ബൈബിൾ പഠനങ്ങളിൽ 5 പേരുകളാണ്. ലൂക്കാ സുവിശേഷം 5 പേരുകളിൽ അറിയപ്പെടുന്നു. 1, യാത്രയുടെ സുവിശേഷം. ഗലീലയിൽ നിന്നും യൂദയായിലേക്ക് 117 കിലോമീറ്റർ ദൂരം. അങ്ങനെ നടക്കുമ്പോൾ നടന്ന വഴിയിൽ വെച്ച് ഈശോ പഠിപ്പിച്ച സുവിശേഷം, യാത്രയുടെ സുവിശേഷം. തന്നെയുമല്ല, ലൂക്കാ സുവിശേഷത്തിൽ ഒരുപാട് യാത്രയുണ്ട്. എലിസബത്തിൻ്റെ വീട്ടിലേക്കുള്ള മറിയത്തിൻ്റെ യാത്ര, ബേത്ലഹേം യാത്ര, നല്ല സമരിയാക്കാരൻ്റെ യാത്ര, എമ്മാവൂസ് യാത്ര, നസറത്ത് യാത്ര, ഈജിപ്ത് യാത്ര. യാത്രയുടെ സുവിശേഷം. 2, ഇത് പാപികളുടെ സുവിശേഷം. ഏറ്റവും കൂടുതൽ പാപികളെക്കുറിച്ച്, മാനസാന്തരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ലൂക്കായാണ്. പാപിനിയായ സ്ത്രീ, ധൂർത്തപുത്രൻ, മൂത്തപുത്രൻ, ഇടതുവശത്തെ കള്ളൻ, ഇതെല്ലാം ഇത് പാപികളുടെ സുവിശേഷം. 1, യാത്രയുടെ സുവിശേഷം. 2, പാപികളുടെ സുവിശേഷം. 3, ഇത് ജോഡികളുടെ സുവിശേഷം. ഒരു ജോഡി ആൾക്കാരെ കാണിച്ചിട്ട് നല്ലതും മോശവും പഠിപ്പിക്കും ലൂക്കാ. ജോഡി, ഉദാഹരണം, മൂത്തപുത്രൻ, ധൂർത്തപുത്രൻ, പരിസേയ ചുങ്കക്കാരൻ, ധനവാൻ ലാസർ, മർത്ത മറിയം, ഇടതുവശത്തെ കള്ളൻ, വലതുവശത്തെ കള്ളൻ. ഇത് ജോഡികളുടെ സുവിശേഷം. 4, ഇത് ഇന്നിൻ്റെ സുവിശേഷം. ഇന്ന് രക്ഷ, ഇപ്പോൾ രക്ഷ, ഇന്നലെയെക്കുറിച്ച് നേരരുത്, നാളെയെക്കുറിച്ച് ആകുലപ്പെടരുത്. ഇന്ന് ആദ്യ അവസരം ലൂക്കായി ഇന്ന് എന്ന വാക്ക് കാണാം. ലൂക്കാ 2:11. ആട്ടിടയന്മാരോട് മാലാഖമാർ പറഞ്ഞു, ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ നിങ്ങൾക്കായി രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. ലൂക്കാ 4:21. നിങ്ങൾ കേട്ടിരിക്കുക തന്നെ, തിരുവെഴുത്തുകൾ ഇന്ന് നിറവേറിയിരിക്കുന്നു. ലൂക്കാ 19:5. സക്കേവൂസേ, ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ താമസിക്കും. 19:9. സക്കേവൂസേ, ഇന്ന് നിന്റെ കുടുംബം രക്ഷപ്പെട്ടു. 23:43. മകനെ, ഇന്ന് രാത്രി എന്നോട് പരദേശില്ല. അപ്പോൾ യേശു പറയുന്നു, ആകുലപ്പെടുന്നതുകൊണ്ട് ആയുഷ്യം ദൈർഘ്യം ഒരു മുഴുവോട് നീട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? ഇന്നുള്ളതും തീയിലെറിയുന്നതുമായ വയലിലെ പുല്ലിന് ദൈവം ഇപ്രകാരം എണീക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ എത്രയധികമായി കരുതുകയില്ല. ഇന്നിൻ്റെ സുവിശേഷം. 5, ഇത് പ്രാർത്ഥനയുടെ സുവിശേഷം. ഈ സുവിശേഷം മുഴുവൻ പ്രാർത്ഥനയാണ്. 1-ാം അധ്യായം തുറക്കുന്നത് സക്കറിയായുടെ ദേവാലയ പ്രാർത്ഥന. 24-ാം അധ്യായം അടയ്ക്കുന്നത് എമ്മാവൂസ് ശിഷ്യന്മാരുടെ ജെറുസലേം പ്രാർത്ഥന. യേശുവിൻ്റെ മാമോദീസ പോത്തിനെയും എരുമയും പന്നിയെയും കുളിപ്പിക്കുന്ന കോളത്തിലല്ല. അവൻ്റെ മാമോദീസ അവൻ പ്രാർത്ഥനയിൽ മുങ്ങിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. കുരിശിൽ മരിക്കുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചു. യേശുവിൻ്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയാണ്. ഈ 3 വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെന്നാണ് തിരുവചനം പഠിപ്പിക്കുക. 1, വാക്കുകൊണ്ട്. 2, മനസ്സുകൊണ്ട്. 3, ആത്മാവ് കൊണ്ട്. 3 വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, ആത്മാവ് കൊണ്ട്. എന്താ വാക്കുകൊണ്ട്? ചോദിക്കുവിൻ ലഭിക്കും. ഇത് പ്രാർത്ഥനയിലെ ഏറ്റവും താഴ്ന്ന പ്രാർത്ഥനയാണ്, ഗ്രേഡ് കുറഞ്ഞ പ്രാർത്ഥനയാണ്. ചോദിക്കുവിൻ ലഭിക്കും. കുർബാനയ്ക്ക് പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ, ആരാധനയ്ക്ക് പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ, നൊവേനയ്ക്ക് പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ, ധ്യാനത്തിന് പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ. ആവശ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പം പ്രാർത്ഥന തീർന്നു. അത് ഏറ്റവും താഴ്ന്ന പ്രാർത്ഥനയാണ്. കർത്താവേ, കൊച്ചിൻ്റെ പരീക്ഷയുണ്ട്, ഓർത്തോണം കേട്ടോ. പെരവണിയുണ്ട്, ലോൺ പാസ്സാക്കണം കേട്ടോ. വൈദ്യുതി കൊടുത്തുപിടുത്തമുണ്ട്, കുഴപ്പം വരുന്നില്ല കേട്ടോ. ദൈവത്തിന് അറിയിപ്പ് കൊടുക്കുക. അറിയിപ്പ് കൊടുത്തു കഴിയുമ്പം പ്രാർത്ഥന തീർന്നു. പിന്നെ കറങ്ങുന്ന ഫാന്, നിരങ്ങുന്ന കസേര, കരയുന്ന കുട്ടി, കൊരിക്കുന്ന പട്ടി എല്ലാத்தைയും നോക്കിക്കൊണ്ടിരിക്കും. പ്രാർത്ഥന കഴിഞ്ഞു. ആവശ്യങ്ങൾ പറഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു. പക്ഷെ ഇത് ഏറ്റവും നിലവാരം കുറഞ്ഞ പ്രാർത്ഥനയാണ്. എങ്കിലും ഈ പ്രാർത്ഥനയും ദൈവം കേൾക്കും. കോട്ടയത്ത് ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ 18-ാം വയസ്സിൽ നാഗമ്പലത്ത് നൊവേനയുടെ കൊടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവേ, 21 വയസ്സാകുന്ന അന്ന് നീ എനിക്ക് 3 സമ്മാനം ഒരുമിച്ച് തരണം. അന്തോനീസേ,
കർത്താവിനോട് പറഞ്ഞ് അത് സാധിച്ചു തരണം. എന്തെല്ലാമാ? ഒന്ന്, എനിക്ക് വളരെ മുഴുത്ത ഒരു വണ്ടി സ്വന്തമായിട്ട് വേണം. 2, കൈ നിറയെ പിടിക്കാൻ കാശ് വേണം. 3, ബോധം ഉള്ളവർക്ക് മുട്ടിനിക്കാൻ കുറെ പെണ്ണുങ്ങളെ വേണം. 3 കാര്യങ്ങൾ. മുഴുത്ത വണ്ടി വേണം, കൈ നിറയെ കാശ് വേണം, മുട്ടിനിക്കാൻ പെണ്ണുങ്ങളും വേണം. ദൈവം ഇത് മുറ്റു പ്രാർത്ഥന. ദൈവ പ്രാർത്ഥന കേട്ടു. അവൻ 21 വയസ്സായ അന്ന് തമ്പുരാൻ അവനെ കോട്ടയം നാഗമണി ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാക്കി മാറ്റി. മുഴുത്ത വണ്ടി, കൈ നിറയെ കാശ്, മുട്ടിനിക്കാൻ പെണ്ണുങ്ങൾ. ഒരു കുഴപ്പമില്ല. ചോദിക്കുവിൻ ലഭിക്കും. ഏറ്റവും താഴ്ന്നതാണ്, എങ്കിലും ആ പ്രാർത്ഥന ദൈവം കേൾക്കും. 2, അന്വേഷിക്കുവിൻ കണ്ടെത്തും. അല്പം കൂടെ വളർന്നു, പകുതി സമയം ദൈവത്തോട് മിണ്ടാൻ, പകുതി സമയം ദൈവത്തെ കേൾക്കാൻ. ആദ്യം അങ്ങോട്ട് പറയാനും, ഇത് പകുതി സമയം പറയും, പകുതി സമയം കേൾക്കും. പറയാനും പകുതി സമയം, കേൾക്കാനും പകുതി സമയം. ഇതാണ് മനസ്സിലെ പ്രാർത്ഥന. 3, ആത്മാവിലെ പ്രാർത്ഥന. ആത്മാവിലെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എനിക്കൊന്നും പറയാനില്ല, ഞാൻ ദൈവത്തെ കേട്ടുകൊണ്ടിരിക്കും. എനിക്കൊന്നും പറയാനില്ല, ഞാൻ ദൈവത്തെ കേട്ടുകൊണ്ടിരിക്കും. 1-ാമത്തെ സ്റ്റേജിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ പള്ളിയിൽ പോകുമ്പോൾ, 3-ാമത്തെ സ്റ്റേജിൽ പള്ളിയിൽ പോകുന്നത് എൻ്റെ ആവശ്യമായിട്ട്. 1-ാമത്തെ സ്റ്റേജിൽ ധ്യാനത്തിന് പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ. 3-ാമത്തെ സ്റ്റേജിൽ ധ്യാനം കൂടുന്നത് എൻ്റെ ആവശ്യമായിട്ട് മാറും. പ്രാർത്ഥനയുടെ 3 രീതികൾ. 1, ഞാൻ പറയും, ദൈവം കേൾക്കും. 2, ദൈവവും പറയും, ഞാനും പറയും. 3, ദൈവം പറയും, ഞാൻ കേൾക്കും. ഇതാണ് പ്രാർത്ഥനയുടെ വളർച്ച. ദൈവം പറയും, ഞാൻ കേൾക്കും. ഇതാണ് പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ വളർച്ചയെന്ന് പറയുക. നമുക്ക് 2 കാലങ്ങളുണ്ട്, എനിക്ക് നിങ്ങൾക്കും. 1, കുട്ടിക്കാലം. 2, പക്വതയുടെ കാലം. കുട്ടിക്കാലത്ത് പെരുന്നാളിന് അപ്പൻ്റെ അമ്മയുടെയും കൈ പിടിച്ച് പോകും. എന്നിട്ട് ഒരു അമ്മേ, ഉഴുന്നാട് മേടിച്ചതാ, ഊത്തപ്പം മേടിച്ചതാ, ബലൂൺ മേടിച്ചതാ, ബിസിനി മേടിച്ചതാ, ആപ്പിൾ മേടിച്ചതാ, മുന്തിരിങ്ങ മേടിച്ചതാ, ഓറഞ്ച് മേടിച്ചതാ പറയുമ്പോൾ അമ്മ അപ്പൻ അത് മേടിച്ചു തരും. ആ കുട്ടി വളർന്നു വലുതായി. ആദ്യത്തെ സർക്കാർ ശമ്പളം കിട്ടി. അപ്പോൾ ആ കുട്ടി ചോദിക്കും, അമ്മയ്ക്ക് എന്നാ മേടിച്ച് തരണം, അപ്പന് എന്നാ മേടിച്ച് തരണം. അമ്മയുടെ കണ്ണ് നിറയും, അപ്പൻ്റെ കണ്ണ് നിറയും. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഒരു കുട്ടിക്കാലം. ആ കുട്ടിക്കാലത്ത് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, വീട് താ, ജോലി താ, ഭർത്താവിനെ താ, ഭാര്യയെ താ, ശമ്പളം താ, വണ്ടി താ, ഉഴുന്നാട് താ, ഊത്തപ്പം താ, ബലൂൺ താ, വിശുദ്ധി താ. ആ ആൾ പ്രാർത്ഥനയിൽ വളർന്നപ്പോൾ ഈശോയപ്പൻ ചോദിക്കും, അമ്മയ്ക്ക് എന്നാ മേടിച്ച് തരണം, അപ്പൻ എന്നാ മേടിച്ച് തരണം. ദൈവമേ, നിന്റെ തിരുമനസ്സ് നിറവേറ്റാൻ ഞാൻ എന്നാ ചെയ്യണം. ഇതാണ് വളർച്ച. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ വളർച്ച ഇവിടെയാണ് കാണുക. ഞാൻ പലപ്പോഴും ഓർക്കും നമ്മുടെ കർത്താവിൻ്റെ കാര്യം. ആരെല്ലാം പ്രാർത്ഥന കേട്ടാല ഈശോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കട്ടപ്പനക്കാർ പ്രാർത്ഥിക്കും, കർത്താവായ യേശുവേ, മഴ തരണേ, മഴ തരണേ, ഇടുക്കി ഡാമിൽ വെള്ളം തരണേ. ആ സമയത്ത് കുട്ടനാടുകാർ പ്രാർത്ഥിക്കും, മഴയരുതേ, മഴയരുതേ, വീട് വെള്ളത്തിൽ മുക്കരുതേ. കപ്പയിടുന്നവൻ പ്രാർത്ഥിക്കും, മഴ തരണേ. കപ്പ വാഴുന്നവൻ പ്രാർത്ഥിക്കും, മഴയരുതേ. എല്ലാവരെയും കർത്താവ് കേൾക്കണം. ഈ കർത്താവ് ആരെ പോലെ 24 മണിക്കൂർ തുറന്നിരിക്കുന്ന കാരിത്താസ് ആശുപത്രിയിലെ കാഷ്വാലിറ്റി പോലെയാണ്. ആർക്കും അവിടെ കണ്ണടയ്ക്കാൻ പറ്റുമല്ലോ. എപ്പോഴും കേൾക്കണം. മുസ്ലിങ്ങൾ കുറേ രാജ്യങ്ങളിലേ ഉള്ളൂ, ഹിന്ദുക്കൾ 8 രാജ്യങ്ങളിലേ ഉള്ളൂ. പക്ഷെ ക്രിസ്തീയ സഭ ഈ ലോകം മുഴുവനാണ്. അതുകൊണ്ട് 24 മണിക്കൂറും ലോകത്തിൽ പ്രാർത്ഥനയാണ്. നമ്മൾ രാത്രി 12 ഉറങ്ങുമ്പം ന്യൂസിലൻഡിൽ കുർബാന ആരംഭിക്കും, ഓസ്ട്രേലിയയിൽ കുർബാന ആരംഭിക്കും. നമ്മൾ എണ്ണിരിക്കുമ്പോൾ അമേരിക്കക്കാർ പൂക്കുറ്റി ഉറക്കമായിരിക്കും, ഇങ്ങനെ ഉറങ്ങിയിരിക്കും. ഓരോ സമയത്തും കുർബാന, ഓരോ സമയത്തും കൊന്ത, ഓരോ സമയത്തും ലതീഞ്ഞ്. അതുകൊണ്ടാണ് സഭയിൽ എന്നാ പ്രശ്നം വന്നാലും ഏത് സമയം വന്നാലും ആ ചായക്കോപ്പയിൽ കൊടുക്കാല്ല. ഇന്നല്ല നാളെ തീർന്നു പോകും. കാരണം ലോകം മുഴുവൻ 24 മണിക്കൂറും കുർബാനയുണ്ട്, കൊന്തയുണ്ട്, നൊവേനയുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഇതെല്ലാം നമ്മുടെയൊക്കെ ശക്തി എന്ന് പറയുക. ഓരോരുത്തരും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം ദൈവം കേട്ടുകൊണ്ടിരിക്കും. ഒരു ചെറുപ്പക്കാരൻ്റെ കുടലിൽ അൾസർ,
ഭയങ്കരമായ വയറ്റുവേദന. അവൻ ആശുപത്രിയിൽ അപ്പനോട് ചെന്നു. ഡോക്ടർ അവനെ നോക്കിയിട്ട് പറഞ്ഞു, അടിയന്തര ഓപ്പറേഷൻ, 3 മണിക്കൂർ നീളുന്ന ഒരു ഓപ്പറേഷൻ, അൾസറാണ്, ഓപ്പറേഷൻ ചെയ്തേ പറ്റും. അവൻ അപ്പനോട് പറഞ്ഞു, അപ്പാ, എൻ്റെ ഓപ്പറേഷൻ നടക്കുമ്പോൾ എനിക്ക് ധൈര്യം കിട്ടാനും മനക്കെട്ട് കിട്ടാനും അപ്പൻ തിയേറ്ററിൽ കൊണ്ടുള്ള ചാരി കൈവരിച്ച് കൊന്ത ജീവിക്കുകയാണ്. ഓപ്പറേഷൻ കയറ്റി അപ്പൻ കൊന്തയെ ആരംഭിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അപ്പനേക്കാൾ പ്രായമുള്ള വേറൊരു അങ്കിളും അപ്പൻ നിന്ന് കൊന്ത ചെല്ലുന്നു. ഇയാളോട് ചോദിച്ചു, എന്തിനാ കൊന്ത ചെല്ലുന്നത്? ഇയാൾ പറഞ്ഞു, എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ, അവൻ അപകടം വരാതിരിക്കാനും ധൈര്യം കിട്ടാനും പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അതിനുവേണ്ടി ഞാൻ കൊന്ത ചെല്ലുക. എന്നിട്ട് ഈ അപ്പൻ പറഞ്ഞു, ഞാൻ അപ്പനല്ലേ, താനെന്തിനാ കൊന്ത ചെല്ലുന്നത്? അയാൾ പറഞ്ഞു, എൻ്റെ മോനാ ഡോക്ടർ, അവൻ്റെ ആദ്യത്തെ ഓപ്പറേഷനാണ്, കൈ വരയ്ക്കാതിരിക്കാൻ അവനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. രോഗിയെയും കേൾക്കണം, ഡോക്ടറെയും കേൾക്കണം, എല്ലാവരെയും കേൾക്കുന്നവൻ. ഞാനിപ്പോൾ ഉഴുവൂരിലാണ് താമസം. ആശ്രമത്തിൽ 4 കൂട്ടം കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ആൾക്കാർ പിടിച്ചു വലിച്ചുകൊണ്ട് പോകും. 1, പെരയ്ക്ക് കല്ലിടാൻ. ഞാൻ കല്ലിട്ടാൽ 6 മാസത്തിനുള്ളിൽ പെരമണി പൂർത്തിയാകുമെന്ന് ഏതോ ഒരു അങ്കിൾ ആരോടോ പറഞ്ഞു. അത് യൂദയ സമറിയ മൊത്തം പഠിക്കുന്നു. നിർബന്ധം കൊണ്ട് ഒരു ദിവസം 7 പെരയ്ക്ക് വരെ ഞാൻ കല്ലിട്ടിട്ടുണ്ട്. പോകാൻ പറ്റിയല്ല, ആൾക്കാർ കാറേക്കല്ല് കൊണ്ടുവരും, ഞാൻ പ്രാർത്ഥിച്ച് കൊടുത്തു വിടും. 2, വിൽക്കാതെ കിടക്കുന്ന സ്ഥലം എന്നെക്കൊണ്ട് ഉപ്പ്, എണ്ണ, വെള്ളം, മണ്ണ് വെഞ്ചിരിപ്പിച്ചു. അതിടുമ്പോൾ സ്ഥലക്കച്ചവടം നടക്കുന്നു ചില ആൾക്കാർ പറയും. 3, കല്യാണം കഴിഞ്ഞിട്ട് നാളുകളായി മക്കളില്ലാത്ത ദമ്പതിമാർ കുർബാനയും ആരാധനയും കഴിഞ്ഞ് തലയെ കഴിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു. ഞാൻ തന്നെ ഇത് മറന്നിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ ഒരു അച്ഛനെ ആ ധ്യാനത്തിന് അന്നത്തെ ആരാധനയിൽ ദൈവം തന്നതാ, അച്ഛൻ പ്രാർത്ഥിക്കണം. 20ഓളം കുഞ്ഞുങ്ങളെ ഞാനിങ്ങനെ മാമൂസ മുക്കിയിട്ടുണ്ട്. 4ാമത് ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്തെന്ന് ചോദിച്ചാൽ, പ്രായമായി കിടക്കുന്ന കാരണവന്മാർ മരിക്കാൻ കിടക്കും, പോയേക്കാവുന്ന അവർക്കും പൊക്കോട്ടേന്ന് വീട്ടുകാർക്കും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചാൽ 2-1 ഉറപ്പ്. ഒന്നേ കുഴി പോവും, അല്ലെ പൊങ്ങിപ്പോരും. പൊങ്ങിപ്പോന്നാൽ പിന്നെ അടുത്ത കാലത്ത് തിരിച്ചു പോവുകയല്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. 20ഓളം അപ്പനമ്മമാർ മരിച്ചിട്ടുണ്ട് എന്നെ കണക്കിൽ തന്നെ. ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പം എനിക്കൊരു ടെൻഷൻ. ഞാനെങ്ങാനും മരിച്ചു കഴിയുമ്പം ഈ കക്ഷികൾ എൻ്റെ കാലെ പിടിച്ച് മരിച്ചാലോ ഒരു ഭയങ്കര ഓർമ്മ. എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൻ കുറേ നാളുകളായിട്ട് പുറത്തെ തൊലി പൊട്ടി കിടക്കുക. ഭാര്യ പറഞ്ഞു, പുത്തമ്പരങ്ങേശൻ കൂട്ടുകാരനല്ലേ, വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിച്ചാലോ. ഞാൻ ചെന്നു. അപ്പനെ കാണുമ്പോൾ അറിയാം, അതിൽ താമസിയാതെ വലിക്കും, നെഞ്ചു കൂട്ടി ഇങ്ങനെ വലിക്കുക. അമ്മയ്ക്ക് പ്രത്യേക ക്ഷീണമൊന്നുമില്ല, നത്തുപോലെ കുത്തിയിരിക്കും. എനിക്ക് ചൊറിഞ്ഞ വർത്താനം പറയാൻ വേണ്ടി വാ വിളിക്കും. പിന്നെ ഭാര്യ അമ്മയെക്കൊണ്ട് മടുത്തിരിക്കുക. ഞാൻ പറഞ്ഞു, എടാ, കൂടിയാൽ 3 ആഴ്ചയെ അപ്പൻ ആയുസുള്ളൂ, നീ വീട്ടിൽ നിന്ന് പോയേക്കൽ. പക്ഷെ പോവുകയല്ല. ചായ കുടിച്ചു. ഞാൻ കാലം കയറി പോരുമ്പോൾ ഇവൻ്റെ ഭാര്യ എൻ്റെ കയറെ പിടിച്ച് ഒറ്റ വലി ചെന്നാടി ചോദിച്ചു, അച്ഛന് പറ്റുമെങ്കിൽ മറ്റേ കൈ അമ്മയുടെ തലയെ കൂടെ ഒന്ന് വെച്ചിട്ട് പോകാമോ, കാരണം അടുത്തു. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരം തരും. ഓരോരോ ദൈവങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരം തരും. അപ്പം നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ വിശ്വസ്തയുള്ളവരായി നമ്മൾ പ്രാർത്ഥിക്കുക. ചോദിക്കുവാൻ ലഭിക്കും, അന്വേഷിക്കുവാൻ കണ്ടെത്തും, മുട്ടുവാൻ തുറന്നു കിട്ടും. ഇതാണ് പ്രാർത്ഥനയിൽ ദൈവം പഠിപ്പിക്കുന്ന സന്ദേശം. ഒരു കാര്യം പ്രാർത്ഥനയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ എന്തെല്ലാമാണ് ജീവിതത്തിൽ സംഭവിക്കുക? തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതാണ് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെ വാക്യങ്ങൾ. ലൂക്ക 22, 39 മുതൽ 46 വരെ വാക്യങ്ങൾ. പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? പ്രാർത്ഥിച്ചില്ലേൽ എന്ത് സംഭവിക്കും? പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? പ്രാർത്ഥിച്ചില്ലേൽ എന്ത് സംഭവിക്കും? ഇസ്രയേലിൽ യൂദയായിലെ ഒരു മല, അവിടെയാണ് സിഹിയോൻ മാളിക. ആ മലയിൽ യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അവിടുന്ന് 1 കിലോമീറ്റർ താഴെ ഇറങ്ങി വരുമ്പോൾ വെള്ളം കെട്ടിയ ഒരു തോട്, ആ തോടിൻ്റെ പേര് കെദ്രോൻ താഴ്വര.
കെത്തിരോൻ എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം കെത്തിരോൻ. അവിടുന്ന് 300 സ്റ്റെപ്പ് വെച്ചാൽ ഒരു ഒലിവിൻ്റെ തോട്ടം. അതിൻ്റെ പേര് ഗെത്സമേൻ തോട്ടം. ഗെത്സമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒലിവാട്ടുന്ന ചക്കമുള്ള സ്ഥലം. ഗെത്സമേൻ, ഒലിവാട്ടുന്ന ചക്കമുള്ള സ്ഥലം. അവിടെ യേശു പ്രാർത്ഥിക്കുക. ഇന്നും കാണാം 2400 വർഷം പഴക്കമുള്ള ഒലിവിൻ്റെ കുറ്റി ഒരു പച്ച വലയിട്ട് അത് മൂടി വെച്ചിരിക്കുന്നു. യേശു രക്തം വീഴ്ത്തതിന് സാക്ഷ്യം വഹിച്ച ഒലിവിൻ്റെ കുറ്റി. അവിടെ വന്ന് യേശു പ്രാർത്ഥിക്കുകയാണ്. കമിഴ്ന്നു വീഴുന്നു. കമിഴ്ന്നു വീഴുന്നത് പ്രാർത്ഥനയുടെ ശരീരത്തിൻ്റെ ഭാഷയാണ്. പ്രാർത്ഥനയുടെ ശാരീരിക ഭാഷയാണ്, ബോഡി ലാംഗ്വേജാണ് കമിഴ്ന്നു വീഴുക. അവിടെ യേശു പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈശോ ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തത്? പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഒരു കല്ലേറ് ദൂരം മാറ്റി നിർത്തി. ഒരു കല്ലേറ് ദൂരം മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒച്ചയും വെച്ച് വർത്താനവും പറഞ്ഞ് ബഹളം വെക്കുന്നവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കണോ കുറേ ശാന്തത വേണം. 46-ാം സങ്കീർത്തനം 10-ാം തിരുവചനം, നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. അതുകൊണ്ടാണ് ഹാഗാർ ഇസ്മയേലിനെയും കൊണ്ട് മരുഭൂമിയിൽ നടക്കുമ്പോൾ ഹാഗാറിന് ഇസ്മയേലിനും ദാഹിച്ചു. ഹാഗാർ ഇസ്മയേലിനെ ഒരു മരച്ചെടിയുടെ ചുവട്ടിൽ വെച്ചിട്ട് ഒരു അമ്പേറ്റ് ദൂരം പോയി പ്രാർത്ഥിച്ചു. ഒരമ്പെയ്താൽ എത്ര ദൂരം പോവോ അത്രയും ദൂരം പോയി പ്രാർത്ഥിച്ചു. യേശു മാമോദിസ കഴിഞ്ഞ് മരുഭൂമിയിലേക്ക് പോയി. ഇവിടെ യേശു ഒരു കല്ലേറ് ദൂരം മാറി മുട്ടുകുത്തി. ഇപ്പം നിങ്ങൾക്കൊരു സംശയം, ജോസഫ് വെച്ച ഒരു കല്ലേറെന്ന് വെച്ചാൽ എന്തേലും ദൂരമാണ്? മറുപടി ഒന്നേ ഉള്ളൂ, എരിയുന്നവൻ്റെ ഊര് പോലെയാണ് ഏരിൻ്റെ ദൂരം. 10 വയസ്സുള്ളവൻ്റെ ഒരു കല്ലേറ് ദൂരം 20 മീറ്റർ, 5 വയസ്സുള്ളവൻ്റെ ഒരു കല്ലേറ് ദൂരം 10 മീറ്റർ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരിൽ നിന്നും അകന്നാലേ പ്രാർത്ഥനയിൽ വളരാൻ പറ്റൂ. ദൈവകാര്യം പറയുമ്പോൾ പരിഹസിക്കുന്ന കെട്ടിയവനിൽ നിന്നും ഭാര്യ ദൈവകാര്യം പറയുന്ന കാര്യത്തിൽ അകൽച്ച പാലിക്കണം. തമ്പുരാൻ്റെ കാര്യം പറയുമ്പോൾ പുച്ഛിക്കുന്ന ഭാര്യയാണോ ആ കാര്യം പറയുന്നതിൽ നിന്നും ഭർത്താവ് അകലം പാലിക്കണം. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തോട് അടുപ്പിക്കുന്നവരോട് പരമാവധി അടുക്കണം. ദൈവത്തിൽ നിന്ന് അകറ്റുന്നവരിൽ നിന്നും പരമാവധി അകന്നിരിക്കണം. നീ ശാന്തമാവുക, ദൈവമാണെന്ന് അറിയുക. പിന്നെയാണ് പ്രാർത്ഥനയുടെ രീതി കാണുക. 2 ചിന്തകൾ തൊട്ട് പിന്നാലെ ബൈബിൾ നമുക്ക് തരുന്നു. ഒന്ന്, നാളെ നിനക്കൊരു കുരിശുണ്ടെങ്കിൽ, നാളെ നിനക്കൊരു കാൽവരിയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പം നീ വേർത്തു പോകും. ഞാൻ വേർത്തു പോകും. നാളെ കുരിശുണ്ടോ, നാളെ കാൽവരിയുണ്ടോ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വേർത്തു പോകും. ഭാര്യയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സൂചനയാണെന്ന് ഡോക്ടർ പറഞ്ഞാൽ ഭർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. ഭർത്താവിന് സ്ട്രോക്കിൻ്റെ ആരംഭമാണെന്ന് ഡോക്ടർ പറഞ്ഞാൽ ഭാര്യ പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. കുഞ്ഞുങ്ങൾക്ക് മാരകമായ രോഗമാണെന്ന് പറഞ്ഞാൽ അപ്പനമ്മമാർ പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ, ഒരു ഇൻ്റർവ്യൂ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. നാളെ കുരിശുണ്ടോ, നാളെ കാൽവരിയുണ്ടോ, പ്രാർത്ഥന നമ്മളെ വേർപ്പിക്കും. നാളെ കുരിശില്ലേ, നാളെ കാൽവരിയില്ലേ, പ്രാർത്ഥന നമ്മളെ ഉറക്കത്തിലേക്ക് നയിക്കും. കാരണം പത്രോസിനും കൂട്ടർക്കും നാളെ കുരിശില്ല, നാളെ കാൽവരിയില്ല, പ്രാർത്ഥിച്ചു. അപ്പം പ്രാർത്ഥന ഉറക്കത്തിൻ്റെ സമയം. യേശു രക്തം വീർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പുറകിൽ നിന്നും ഒരു ശബ്ദം, തടിലോറി പശയിൽ കയറ്റം കയറുന്ന പോലെ ഒരു ശബ്ദം. നോക്കുമ്പം ആദ്യത്തെ പോപ്പ് മാർപ്പാപ്പ കൂർക്കം വരിക്കുന്ന ശബ്ദമാണ്. കാരണം പത്രോസിന് നാളെ കാൽവരി കയറേണ്ട, നാളെ കുരിശില്ല. പ്രാർത്ഥന ഉറക്കത്തിൻ്റെ സമയം, മയക്കത്തിൻ്റെ സമയം. അച്ഛന്മാർക്ക് പോലും അറിയാം പ്രാർത്ഥന ഉറക്കത്തിൻ്റെ സമയമാണ്. രാത്രി 10:30 പ്രായമുള്ള അമ്മച്ചി വികാരിയച്ഛനെ ഫോണിൽ വിളിച്ചു. ഇവിടെയുമല്ല, മലബാറിൻ്റെ ആ ഭാഗത്ത് ഒരു വികാരിയെ ഒരമ്മച്ചി ഫോൺ വിളിച്ചു. എൻ്റെ അച്ഛ ഇഞ്ചക്ഷൻ എടുത്തു, ഗുളിക എടുത്തു, ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അച്ഛൻ അമ്മച്ചി കൊന്ത ചെല്ലിക്കൊണ്ട് കിടന്നാൽ മതി, ഉറക്കം ഉടനടി കടന്നു വരും. അച്ഛന് പോലും അനുഭവത്തിൽ നിന്ന് ഉറപ്പ്. ചിലക്ക് ഉറങ്ങണമെങ്കിൽ പള്ളിയിലെ ഞായറാഴ്ച പ്രസംഗം കേൾക്കണം.
ചിലപ്പോൾ ഉറങ്ങണമെന്ന രീതിയിൽ ധ്യാനം കൂടുമ്പോഴാണ് ഉറക്കം. ഒരു അങ്കിൾ രാത്രി 10:30 പ്രായമുള്ള വികാരി അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛ ഒരുപോലെ കണ്ണടയ്ക്കാതെ തിരിഞ്ഞും മറിഞ്ഞും ഞാൻ കിടക്കുക. അച്ഛൻ ചോദിച്ചു, ഞാനെന്നാ ടെലഫോണിൽ കൂടെ തലേ കൈവച്ച് പ്രാർത്ഥിക്കണം? ചേട്ടൻ പറഞ്ഞു, വേണ്ട അച്ഛ, കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ ആ പ്രസംഗം ഫോണിൽ കൂടെ ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചാൽ മതി, ഞാൻ സുഖമായിട്ട് ഉറങ്ങിക്കോളാം. ഒരച്ഛൻ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു മനുഷ്യൻ ധ്യാന ഹോളിൽ നിന്ന് വോക്കൗട്ട് നടത്തി. അച്ഛൻ പറഞ്ഞു, എന്നെ അവഗണിച്ച് ഇറങ്ങിപ്പോന്ന് ആരായാലും ഗതി പിടിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛ, മനസാ വാചാ കർമ്മണ പട്ടക്കാരെ പരീക്ഷിക്കുന്ന രീതി എൻ്റെ ഭർത്താവിനില്ല. ഒരു അസുഖം ഉള്ളതുകൊണ്ട് നടന്നു പോയതാണ്. എന്താ അസുഖം? എൻ്റെ അച്ഛവും ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമുണ്ട്, അതുകൊണ്ട് ഇറങ്ങിപ്പോയതാണ്. ചിലർക്ക് ധ്യാനം കൂടുമ്പോൾ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്കറിയാം, ഒരു പ്രസംഗമാണേലും എത്ര നല്ലതാണേലും സമയം പാലിച്ചില്ലെങ്കിൽ അത് ബോറാണ്. എത്ര നല്ല പ്രസംഗവും സമയനിഷ്ഠയിൽ നിർത്തിയില്ലെങ്കിൽ അതും ബോറടിയായിട്ട് മാറാം. ചിക്കൻ ഗുനിയയുടെ കാലഘട്ടം, ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് 75 വയസ്സ് പ്രായമുള്ള ഒരു അങ്കിള് മാത്രം വന്നു. വികാരിച്ചൻ പറഞ്ഞു, അങ്കിളെ, ഒരാളെ ഉള്ളതുകൊണ്ട് ഇന്ന് പ്രസംഗമില്ല, സുവിശേഷം കഴിഞ്ഞോ ഉടനെ കാറോസോസ ചിന്തിക്കുകയാണ്. അങ്കിള് ചോദിച്ചു, അതെന്നാ മര്യാദ അയച്ചാൽ ഒരു കോഴിയെ ഉള്ളതെന്നും പറഞ്ഞ് തവിട് കൊടുക്കാതിരിക്കുമോ? ഒരാടെ ഉള്ളതെന്നും പറഞ്ഞ് പ്ലാവന കൊടുക്കാതിരിക്കുമോ? ഒരാത്മാവെ ഉള്ളതെന്ന് പറഞ്ഞ് വചനം കൊടുക്കാതിരിക്കുമോ? ശരിയല്ല. അച്ഛൻ ആവേശമായി, ഇങ്ങനത്തെ മനുഷ്യരുണ്ടല്ലോ. സുവിശേഷ വായന കഴിഞ്ഞ് ഇയാളെ ഒറ്റയ്ക്കിരുത്തി അച്ഛൻ 35 മിനിറ്റ് ഒരു പ്രസംഗം. ഇയാളാകും മടുത്തുപോയി. കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ അച്ഛൻ പുറകെ ഇറങ്ങി പറഞ്ഞു, സഹോദര, ഇന്ന് പഠിപ്പിച്ച പാഠം മറക്കുകയില്ല. ഒരാടെയുള്ളിലും പ്ലാല, ഒരു കോഴിയുള്ളിലും തവിട്, ഒരാത്മാവിലും വചനം ഞാൻ കൃത്യമായിട്ട് പാലിക്കും. ഉടനെ ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ അച്ഛവും ഞാൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ദൈവം തമ്പുരാനെ ഒരിക്കലും ഒരു കോഴിക്ക് ഒറ്റയ്ക്ക് ഒരു ബക്കറ്റ് തീറ്റ കൊടുത്തേക്കില്ല, കോഴി ചത്തുവാൻ സാധ്യതയുണ്ട്. നീളുമ്പം ഒരു മടുപ്പുണ്ട്, ഒരു ബോറടിയുണ്ട്. അപ്പം നമ്മൾ ഉറക്കം വരും, നമുക്ക് കുരിശുണ്ടോ വേദനയുണ്ടോ നമ്മൾ ഓർക്കും, കുർബാന തീരരുതേ, ആരാധന തീരരുതേ, നൊവേന തീരരുതേ. കുരിശില്ലേ, ഇടയ്ക്ക് വായിച്ചാൽ നോക്കും, എപ്പോഴാണ് തീരാൻ പോകുന്നത്? നാളെ കുരിശുണ്ടോ ഞാൻ വേർക്കും, നാളെ കുരിശില്ലേ എന്നെ ഉറക്കത്തിലേക്കും മയക്കത്തിലേക്കും നയിക്കും. ഒരച്ഛൻ എല്ലാ ഞായറാഴ്ചയും 20 മിനിറ്റ് പ്രസംഗിക്കും. ഒരു വർഷക്കാലം ആൾക്കാർ കേട്ടിട്ട് പൊരുത്തപ്പെടും. ഒരു വർഷം കഴിഞ്ഞ് അച്ഛൻ പ്രസംഗിച്ച് തുടങ്ങി 40 മിനിറ്റ് ആൾക്കാർ മടുത്തുപോയി. അവർ പറഞ്ഞു, അച്ചു 40 ഒത്തിരിയാണ്, 20 ഓക്കെയാണ്, ഇതുപോലെ നീളരുത്. അച്ഛൻ പറഞ്ഞു, മക്കളെ, മനഃപൂർവ്വമല്ല, എനിക്കൊരു അസുഖമുണ്ട്. പ്രസംഗം തുടങ്ങുമ്പോൾ ഉമിനീര് വച്ചു ലോഹയുടെ പോക്കറ്റിൽ നിന്ന് ഒരു വെളുത്ത ഗുളിക എടുത്ത് നാക്കിൻ്റെ കീഴിലിടും. അത് അലുക്ക് തീരാൻ 20 മിനിറ്റ് അലുക്കുമ്പോൾ പ്രസംഗം നിർത്തും. അങ്ങനെ ഒരു വർഷം 20 മിനിറ്റ് നിർത്തിയത്. ഇന്നെന്നാ പറ്റി? ഇന്ന് വെപ്രാളത്തിലും വേവലാതികളിൽ പ്രസംഗം തുടങ്ങിയപ്പോൾ ഗുളിക ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആവേശം കൊണ്ട് പോക്കറ്റിൽ നിന്ന് വെളുത്ത ഗുളിക ഇട്ട് നാക്കിൻ്റെ കീഴേ ഇട്ടു. അതിൻ്റെ ഗതികേടിന് ലോഹയുടെ ബട്ടൺസ് ആയിരുന്നു. പിന്നെ കടിച്ചു പൊട്ടിച്ച് ഞാൻ നിർത്തിയിരിക്കുമായിരുന്നു. അപ്പം നീളുമ്പം ബോറടിയുണ്ട്, നിർത്തുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നാളെ കുരിശില്ലേ എന്നെ ഉറക്കത്തിലേക്ക് നിൽക്കും. നാളെ കുരിശുള്ളൂ, ഞാൻ വേർക്കും, രക്തം വേർക്കും, ടെൻഷനാവും. ഇനി രംഗൻ 2 ദുഃഖവെള്ളി. ദുഃഖവെള്ളിയാഴ്ച 2 കൂട്ടം ആൾക്കാർ കാൽവരിയിലുണ്ട്. ഒന്ന്, പ്രാർത്ഥിച്ച് ഒരുങ്ങാത്ത, മനസ്സിനെ പാകപ്പെടുത്താത്ത 2 കള്ളന്മാർ. അവർ പ്രാർത്ഥിച്ചിട്ടില്ല, നേരെ കാൽവരിയിൽ വന്നു. ആണി അടിച്ചപ്പോൾ, ചാട്ടി അടിച്ചപ്പോൾ, കുരിശിൽ തറച്ചപ്പോൾ അവർ ശാപവാക്ക് പറഞ്ഞു. കൈയും കാലും വെച്ച് ഇടിക്കാൻ തോന്നി. പാഴ്വാക്കുകൾ പലതും പറഞ്ഞു. പ്രാർത്ഥിക്കാത്ത മനുഷ്യന് കുരിശ് ശല്യമാണ്, ശാപമാണ്, ഭാരമാണ്. എന്നാൽ 1 മണിക്കൂർ പ്രാർത്ഥിച്ച് ഹൃദയത്തെ ഒരുക്കി യേശു കുരിശിൽ വന്നു. ആ യേശുവിന് കുരിശ് ശല്യമല്ല, ശാപമല്ല, ഭാരമല്ല. പിന്നെയോ പിതാവായ ദൈവം വിരിച്ചു പിടിച്ച കരങ്ങൾ. പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കാത്തവരാണോ
കൊച്ചു കൊച്ചു പ്രശ്നം വരുമ്പോൾ എന്തൊരു കുരിശ്, പരാതി പറയും, പരിഭവം പറയും. പ്രാർത്ഥിക്കുന്നവരാണോ എനിക്കും കുരിശിന് വഴിയിൽ ഒരു ക്രൂശിനെ കണ്ടെത്തും? ഇതാണ് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന മനോഹരമായ ഉത്തരം. നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവം ബാക്കി ചെയ്തോളും. പ്രാർത്ഥനയിൽ നമ്മൾ സ്ഥിരത ഉള്ളവരായിട്ട് മാറുക. ചിലപ്പം നമ്മൾ പ്രാർത്ഥിച്ച കാര്യം അതുപോലെ ഉടനെ കിട്ടും, ചിലപ്പം പ്രാർത്ഥിച്ച കാര്യം ഓർത്തുപോലെ കിട്ടിയില്ലെന്നിരിക്കും. ദൈവം പ്രാർത്ഥന കേട്ടില്ലെന്ന് ഓർക്കരുത്. ചില കാര്യം ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് നന്മ പറ്റിയാലേ ദൈവം തരികയില്ല, കേട്ടു വേണ്ടാന്ന് ഉത്തരം. ചില കാര്യം ചോദിക്കുമ്പോൾ ദൈവം തരും എനിക്ക് ഉപകാരമെങ്കിൽ. കോട്ടയത്ത് ഒരു കത്തോലിക്ക പെൺകുട്ടി ഒരു ഈഴവനായ ചെറുപ്പക്കാരനെ സ്നേഹിച്ചു. സ്നേഹം മൂത്തപ്പോൾ അവൾ അമ്മയോട് പറഞ്ഞു, അവനെ കൊണ്ട് കെട്ടിച്ചില്ലെങ്കിൽ ഒന്നെങ്കിൽ തൂങ്ങിച്ചാകും, അല്ലെ ഒളിച്ചോടും. അമ്മ പറഞ്ഞു, മോളെ അബദ്ധം പറയല്ലേ, എല്ലാ ചൊവ്വാഴ്ചയും 10,000 പങ്കെടുക്കുന്ന നാഗമ്പടത്തെ അന്തോലീസിനെ നോക്കേന, നമുക്ക് 9 ആഴ്ച നേരിട്ട് പോകാം. എന്താ നേരുന്നത്? അന്തോലീസെ കർത്താവിനോട് പറഞ്ഞ് അവനെ കത്തോലിക്കനാക്കണേ, എന്നെ കെട്ടാൻ ഇടയാക്കണേ, നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പോയി. 5 ആഴ്ചയായപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ അമ്മേ ഇനി പ്രാർത്ഥിക്കാൻ പോകണ്ട. അതെന്നാടി? അവൻ മതം മാറാമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ, പ്രാർത്ഥനയുടെ ശക്തി അവൻ മതം മാറാവുന്നല്ല, അവനിപ്പം അച്ഛനാകാൻ പോകണമെന്നാണ് പറയുന്നത്. കല്യാണം നടക്കാൻ ഒരു സാധ്യതയില്ല, ചിലപ്പോൾ ചോദിച്ചതിനേക്കാൾ കൂടുതൽ. സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം 18 ലക്ഷം പേര് ഷെയർ ചെയ്താണ് കാണും. 18 ലക്ഷം പേര്. ആലുവായിലെ മിണ്ടാമഠത്തിൽ ഞാൻ ധ്യാനിപ്പിക്കുന്നു. ഞായറാഴ്ച ധ്യാനം തുടങ്ങി, വെള്ളിയാഴ്ച പോരുമ്പോൾ മഠത്തിലെ മദർ പറഞ്ഞു, ജോസഫ് അച്ഛൻ ഒരു ഉപകാരം ചെയ്യാം. ഞാൻ ചെന്താ, മഠത്തിൻ്റെ മുറ്റത്ത് ഒരു മൂവാണ്ടൻ മാവുണ്ട്. മാവിൽ മാങ്ങ ഉണ്ടാകുമ്പോൾ മുഴുവൻ വണ്ട്. അതുകൊണ്ട് മാങ്ങാണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വണ്ടികളെയും അച്ഛൻ ബന്ധിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു. ഊറാല തന്നു, ആനമ്പള്ളം തന്നു, ഞാൻ മാവിൻ്റെ മൂട്ടി നിന്നു, മദറിനെ മൂട്ടി നിന്നു, മറ്റുള്ളൊരു വട്ടം തന്നു. ഞാൻ പ്രാർത്ഥിച്ചു, സസ്യങ്ങളെ നട്ടവനും വൃക്ഷങ്ങളെ മുളപ്പിച്ചവനുമായ ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവേ, ഈ മൂവാണ്ടൻ മാവിൽ കാലാകാലം ഉണ്ടാകുന്ന മാങ്ങാണ്ടി ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വണ്ടികളെയും ബന്ധിക്കണേ. ആനാമ്പെള്ളം കൊണ്ട് മാവ് ഞാൻ മൊത്തം നനച്ചു. തിരിച്ച് ഞാൻ ഒടുവിലേക്ക് പോയി. 1 മാസം കഴിഞ്ഞു മദറിൻ്റെ കത്ത്, പ്രിയപ്പെട്ട ജോസഫ് അച്ഛ, അച്ഛൻ്റെ ധ്യാനത്തിന് നോട്ട് വായിച്ച് ഞങ്ങളിന്നും സന്തോഷിക്കുന്നു. അച്ഛൻ്റെ ധ്യാന പ്രസംഗത്തേക്കാൾ ഞങ്ങളെ സ്പർശിച്ചത് അച്ഛൻ്റെ ബന്ധന പ്രാർത്ഥന ശക്തിയാണ്. അച്ഛൻ വണ്ടിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു പോയതിൻ്റെ 10-ാം ദിവസം ശക്തമായ ഒരു ഗ്രാമഴയും കാറ്റും വന്ന് മാവ് മൂടെ ഒടിഞ്ഞു പോയി. ഇനി മാങ്ങാണ്ടിയില്ല, വണ്ടുമില്ല, ബന്ധിക്കാൻ ഒന്നുമില്ല. ചിലപ്പം ഓർത്തതിനേക്കാൾ കൂടുതൽ, ചിലപ്പോൾ ഓർത്തതുപോലെ. നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നത് പോലെ. എങ്ങനെ മഴ പെയ്യുക? സമുദ്രത്തിലെ വെള്ളം നീരാവിയായിട്ട് ഉയരും, മഴ വേഗമായിട്ട് കെട്ടിക്കിടക്കും, മഴത്തുള്ളിയായിട്ട് പെയ്തിറങ്ങും. ഇതുപോലെ ശതാധിപൻ വഴി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ വീട്ടിൽ അത്ഭുതം. ഈ മണ്ണൂപ്പള്ളിയിൽ ഞായറാഴ്ച കുർബാനയിൽ അല്ലെങ്കിൽ ഒരു കുർബാനയിൽ ഒരമ്മ അപ്പൻ സ്വന്തം മക്കളെ ഓർത്ത് ഒന്ന് പ്രാർത്ഥിക്കുക. അവർ അമേരിക്കയിലാകാം, കാനഡയിലാകാം, ന്യൂസിലൻഡിലാകാം, ഓസ്ട്രേലിയയിലാകാം, അയർലൻഡിലാകാം, ഇംഗ്ലണ്ടിലാകാം, ഗൾഫിലാകാം, എവിടെയാകട്ടെ. അമ്മയുടെ കൊന്ത, അപ്പൻ്റെ കൊന്ത, ദേവാലയത്തിലെ പ്രാർത്ഥന നീരാവി പോലും വരും. നിങ്ങളുടെ മക്കളുടെ മേൽ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ അനുഗ്രഹത്തിൻ്റെ മഴത്തുള്ളിയായിട്ട് പെയ്തിറങ്ങും. ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അതിന് ഉത്തരം തരും. പ്രാർത്ഥിക്കുമ്പോൾ ഭാഷയൊന്നും നോക്കല്ല, പരിശുദ്ധാത്മാവ് തോന്നിക്കുന്ന പോലെ ചുമ്മാ പ്രാർത്ഥിച്ചോണം. ഒരമ്മച്ചി രാത്രി ഉറങ്ങാൻ വന്ന കട്ടിലിൽ ഭിത്തിയിൽ തിരുകതയ രൂപം. അമ്മച്ചി പറഞ്ഞു, എൻ്റെ ഈശോയെ, കുറേ നാളായി ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഇതുവരെ നീ സാധിച്ചു തന്നിട്ടില്ല. ഇങ്ങനെ പോയാൽ പിണങ്ങും, ഉറപ്പാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. അത് ഉള്ളി എന്നുള്ളൊരു പ്രാർത്ഥന. ഒരു കള്ളുകുടിയൻ രാത്രി 10:30 കട്ടിലേ വന്നിരുന്നു. ഒരു പ്രാർത്ഥനയും ഓർമ്മയും കിട്ടുന്നില്ല. പുസ്തകം എടുത്തപ്പോൾ ലൈനെല്ലാം ഡബിളായിട്ട് കാണുന്നു. കുടി നീണ്ട ഇരിപ്പിൽ ആ ഈ മുഴുവൻ പറഞ്ഞു, കായിക ഭിക്ഷാവന പറഞ്ഞു.
കുടിയാൻ പറഞ്ഞു, എൻ്റെ കർത്താവെ, അറിയാവുന്ന എല്ലാ അക്ഷരവും പറഞ്ഞിട്ടുണ്ട്, എല്ലാം കൂടി ചേർത്ത് വെച്ച് ഇഷ്ടപ്പെട്ട പ്രാർത്ഥന നീ തന്നെ ഉണ്ടാക്കിയെടുത്തോണ്, ഇപ്പോഴും നീക്കും. ആമേൻ. അതും ഒരു പ്രാർത്ഥനയിൽ ഭാഷ നോക്കരുത്. നമുക്ക് ഭയങ്കര ഭാഷയാണ്. ആരാധനയിൽ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ ചെത്തിപ്പിടിക്കുക ഭാഷയിൽ പ്രാർത്ഥിക്കും. സർവശക്തനായ പരമപൊരുളെ, വിശ്വപ്രപഞ്ചത്തിൻ്റെ പിതാഭാവേ, അണ്ടകടാഹങ്ങളുടെ കർത്താവേ, മാർപ്പാപ്പായ കാത്തോടെന്ന് പ്രാർത്ഥിക്കുന്നു. ഭയങ്കര ഭാഷയാണ് നമുക്ക്. ആ ഭാഷയിലൊന്നും ഒരു ആവശ്യമില്ല. ഒരു മകള് നേഴ്സ് UK വരെ 3 വർഷം കൂടി. പക്ഷേ മോക്ക് അമ്മ എന്നുള്ള വാക്ക് കിട്ടിയില്ല. മോള് പറഞ്ഞു, ഓ ജനനി സുഖമാണ്. അമ്മയ്ക്ക് മോളെ വട്ടുപിടിച്ചോ. ഒരു ഭാഷയും നോക്ക്, ഉള്ളിലെ ഭാഷ, ഉള്ളിലെ ശൈലി. അത് പ്രാർത്ഥനയുടെ ഭാഷ, പ്രാർത്ഥനയുടെ ശൈലി. ഗസമേൻ തോട്ടം ഒരു ചിന്ത കൂടി നമ്മളെ പഠിപ്പിക്കുന്നു. ആ ചിന്തയിലാണ് നല്ലവരായ മനുഷ്യരുടെ പ്രാർത്ഥന പ്രത്യക്ഷത്തിൽ ദൈവം കേൾക്കാത്ത പ്രാർത്ഥനയാണ്. നല്ലവരായ മനുഷ്യരുടെ പ്രാർത്ഥന ദൈവം പ്രത്യക്ഷത്തിൽ കേൾക്കാത്ത പ്രാർത്ഥനയാണ്. ഉദാഹരണം, മോശ പ്രാർത്ഥിച്ചു, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് കാലുകുത്താൻ ഭാഗ്യം തരണേ. കുത്താൻ പറ്റിയില്ല. യോർദാനിലെ മൗണ്ട് നെബോവിൽ നിന്ന് ദൂരെയുള്ള കാനാൻ ദേശം കണ്ടിട്ട് മോശ വീണു മരിച്ചു. ദാവീദ് പറഞ്ഞു, ബത്ശബയിൽ ജനിക്കുന്ന കുഞ്ഞിനെ കൊല്ലരുത്. ബത്ശേബ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു. ഈ ഭൂമിയിൽ സകല താഴിനും താക്കോലുള്ളവൻ പെസഹായുടെ രാത്രിയിൽ പ്രാർത്ഥിച്ചു, ഈ കാസ മാറ്റിത്തരണേ. കാസ മാറിയില്ല, കാസ കുടിക്കേണ്ടി വന്നു. 2 കൊരിന്ത്യർ 12:6 മുതൽ 10 വരെ വാക്യങ്ങളിൽ ഭാഗ്യവാനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, വെളിപാടുകളുടെ ആധിക്യത്താൽ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ദൈവമായ കർത്താവ് എനിക്കൊരു മുള്ളു തന്നു. 3 പ്രാവശ്യം ഞാൻ പറഞ്ഞു, യേശു നായക, ഈ മുള്ളൊന്ന് മാറ്റാവോ? അവൻ പറഞ്ഞു, മുള്ളവിടെ ഇരിക്കട്ടെ, നിനക്കെൻ്റെ കൃപ മതി, നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി ഞാൻ വെളിപ്പെടുത്തും. മോശ പ്രാർത്ഥിച്ചു, കാലുകുത്താൻ പറ്റിയില്ല. ദാവീദ് പ്രാർത്ഥിച്ചു, കുഞ്ഞ് മരിച്ചു. യേശു പ്രാർത്ഥിച്ചു, കാസ മാറിയില്ല. പൗലോസ് പ്രാർത്ഥിച്ചു, മുള്ളു മാറിയില്ല. അപ്പോൾ നമുക്കൊരു ചിന്ത, പിന്നെ എന്നാ തന്നെ പ്രാർത്ഥിക്കുന്നത്? മറുപടി ഒന്നേ ഉള്ളൂ, കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ആശ്വസിപ്പിക്കുവാൻ ഒരു മാലാഹയെ കൊടുക്കും. ഇതാണ് ഉത്തരം. കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന അതേ ദൈവം തന്നെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കുവാൻ അവർക്കായി ഒരു ദൂതനെ അയക്കും. മനസ്സൊത്തിരി നീറുമ്പോൾ 2 മണിക്കൂർ ഒരു വചന സന്ദേശം. മനസ്സൊത്തിരി നീറുമ്പോൾ ശാലോം മാഗസിനിൽ ഒരു വചനം, തിരുവചനം. ഒത്തിരി നീറിയപ്പോൾ ഷക്കീന ചാനൽ, ഗുഡ്നസ് ചാനൽ, ശാലോം ചാനൽ ഒരു തിരുമണിക്കൂർ. അല്ലെ ഡിവൈൻ വോയിസിൽ ഒരു ലേഖനം, സൺഡേ ശാലോം മാഗസിനിൽ ഒരു ആർട്ടിക്കിൾ. കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കാനായിട്ട് ഒരു വഴി തരും. ഇതല്ലേ തിരുവചനം പറയുക. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ദൈവം പ്രാർത്ഥന കേട്ടിട്ടില്ല. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന, കർത്താവായ യേശുവെ, കണക്ക് പഠിപ്പിക്കുന്ന ഏലിക്കുട്ടി ടീച്ചർ ചൂരവടികൾ വരുമ്പം കാലിനെത്തി താഴെ വീണ് വലിയ കുളിക്കിപ്പോണേ പലപ്പോഴും പ്രാർത്ഥിച്ചു. പൊതുവെ തല്ലിയിട്ടതല്ലാതെ ഏലിക്കുട്ടി ടീച്ചറിന് ഒരു പോർന്ന് പോലും കിട്ടിയിട്ടില്ല. അൾത്താര ബാലന്മാർ 10 പേര് വെള്ളിയാഴ്ച വികാരിച്ചോട് പറഞ്ഞു, ശനിയാഴ്ച ഞങ്ങൾ പിക്നിക്ക് പോകുമ്പം മഴ പെയ്യാതിരിക്കാൻ അച്ഛൻ പ്രാർത്ഥിക്കണം. മക്കൾ പൊക്കൂ, ഒരു മഴയും പെയ്യല, ഞാനാ പറയുന്നത്. കുഞ്ഞുങ്ങൾ ധൈര്യത്തോടെ പോയി. ഉച്ച കഴിഞ്ഞ് 2:30 അറബിക്കടലും ബംഗാൾ ഉൾക്കടലും വരുന്ന പോലെ ഒരു പെരുമഴ. പിള്ളേരാകെ നനഞ്ഞു പോയി. അച്ഛനൊരു പമ്മല് ജാലിത. ഞായറാഴ്ച കുഞ്ഞുങ്ങൾ പള്ളി വന്നപ്പോൾ വികാരിയച്ഛൻ കുർബാനക്കുപ്പായി പോകുന്ന അലമാരിയുടെ പുറകിൽ പോയി ഒളിച്ചിരുന്നു. ഒരു കുട്ടി കയ്യോടെ പിടികൂടി. എന്നെ അച്ഛൻ ഒളിച്ചിരിക്കുന്നു. അച്ഛൻ പറഞ്ഞു, മഴ പെയ്യലാന്ന് ഞാൻ പറഞ്ഞിട്ടും മഴ പെയ്തില്ലേ? അപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്ന് നിങ്ങൾ കരുതുമല്ലോ എന്ന് കരുതി ഞാൻ ഒളിച്ചിരുന്നത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ആരാ പറഞ്ഞ അച്ഛാ ദൈവം പ്രാർത്ഥന കേട്ടില്ലെന്ന്? മഴ പെയ്യല്ലേ എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ പെയ്തോട്ടെ എന്ന് ദൈവം മറുപടി തരുന്നു. അപ്പം ഉത്തരം മറ്റൊന്നായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന അച്ഛന്മാർ വേണം.
പ്രാർത്ഥിക്കുന്ന സിസ്റ്റേഴ്സ് വേണം, പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാർ വേണം, പ്രാർത്ഥിക്കുന്ന സിസ്റ്റർമാർ അപ്പച്ചന്മാർ വേണം. എങ്കിൽ അത്ഭുതം നടക്കും. പ്രാർത്ഥന പോകുമ്പോൾ എല്ലാം തീർന്നു. യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു ടൈം ടേബിളുണ്ട്. അവൻ പതിവ് പോലെ കാപ്പ് കുടിക്കാൻ പോയി, അവൻ പതിവ് പോലെ പേപ്പർ വായിക്കാൻ പോയി, അവൻ പതിവ് പോലെ നടക്കാൻ പോയില്ല, അവൻ പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോയി. യേശുവിൻ്റെ പതിവായിരുന്നു തെറ്റാത്ത പ്രാർത്ഥന, ക്രമം തെറ്റാത്ത പ്രാർത്ഥന. പണ്ട് നമ്മുടെ അപ്പനമ്മമാരുടെ പതിവായിരുന്നു രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോവുക, പതിവായിരുന്നു കൊന്ത ചെല്ലുക, പതിവായിരുന്നു നൊവേനയ്ക്ക് പോവുക. ആ പതിവുകൾ തെറ്റിയപ്പോഴാണ് കുടുംബത്തിൽ പ്രശ്നം, സഭയ്ക്കുള്ളിൽ പ്രശ്നം, സമുദായത്തിൽ പ്രശ്നം. പ്രാർത്ഥനയുടെ പതിവ് തെറ്റിപ്പോയി. ആ വൈദികരാകാം, സിസ്റ്റേഴ്സാകാം, ആത്മാരാകാം. ആ പതിവിലേക്ക് നമ്മൾ തിരിച്ചു പോകണം, പതിവിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ഇനി പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവം 3 സമ്മാനം കൊടുക്കും. പ്രാർത്ഥിക്കുന്ന എല്ലാ മനുഷ്യർക്കും ദൈവം 3 സമ്മാനം കൊടുക്കും. അതാണ് മത്തായി 17:1 മുതൽ 8 വരെ വാക്യങ്ങൾ. യേശു പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേരെ കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോയി. ആ മലയ്ക്ക് അവിടെ പേരില്ല, പിന്നീട് പേര് വീണു താബോർ മല. ആ മലമുകളിൽ യേശു പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. ഭൂമിയിൽ ഒരലക്കുകാരനും വെളുപ്പിക്കുവാൻ പറ്റാത്ത വിധം അവൻ്റെ വസ്ത്രങ്ങളും തിളങ്ങാൻ തുടങ്ങി. അപ്പോൾ ഏലിയായും മോശയും അവനോട് സംസാരിക്കുന്നത് കണ്ടു. മേഘം ഒന്ന് മൂടി, മേഘത്തിൽ നിന്നൊരു സ്വരം, ഇനി ഇവൻ പറയുന്നത് കേൾക്കുവിൻ. ശിഷ്യന്മാർ പയവകളിലായി കമിഴ്ന്നു വീണു. യേശു അടുത്തതിൽ പറഞ്ഞു, ധൈര്യമായിരിക്കൂ, താഴ്വരയിലേക്ക് പോകാം. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ലോകാരംഭം മുതൽ ലോകാവസാനം വരെ ദൈവം കൊടുക്കുന്ന 3 സമ്മാനങ്ങൾ. 1 മുഖവെട്ടം, മുഖപ്രകാശം. പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും മുഖത്തൊരു വെട്ടം. മോശ സീനായി മലയിൽ ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കാൻ പറ്റിയില്ല, വെട്ടിത്തിളങ്ങി. കുർബാന അർപ്പിക്കുന്ന അച്ഛന്മാർ ഏത് വേഷം മാറി എതിലേ പോയാലും സഭയുടെ മക്കളാണോ അച്ഛന്മാരെ കാണുമ്പോഴേക്കും അച്ഛനല്ലേ മുഖം കാണുമ്പോൾ അറിയാം. എന്നും കുർബാനയ്ക്ക് പോകുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും അവിടെ മുഖത്ത് ഒരു വെട്ടമുണ്ട്. ഉള്ളിൽ കർത്താവുണ്ടോ, മുഖത്ത് വെട്ടമുണ്ട്. ചില മനുഷ്യരെ കുറിച്ച് പറയും, കെട്ട മനുഷ്യൻ. മുഖം കണ്ടാൽ മുഖത്തിലെ ശവം പോലെ ഇരിക്കുന്നത്, ഉള്ളിലൊരു ചൈതന്യമില്ല. കെട്ട മനുഷ്യൻ. അകത്ത് കോപമാണോ, മുഖം വീർത്തിരിക്കും. നിരാശയാണോ, ഇടിമിച്ചിരിക്കും. പ്രാർത്ഥനയുണ്ടോ, പ്രകാശിച്ചിരിക്കും. പ്രാർത്ഥിക്കുന്ന മുഖത്തിന് വെട്ടമുണ്ട്. ഈശോ പ്രാർത്ഥിച്ചപ്പോൾ മുഖത്തൊരു വെട്ടം. കാരണം എന്തേ? ഈ ഗ്രീക്ക് അക്ഷരമാലയിൽ 3 അക്ഷരങ്ങൾ. 1 ആൽഫ, 15 ഒമിക്രോൺ, 30 ഒമേഗ. ദൈവം ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്ത്യവുമാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ മുഴുവൻ വെട്ടമാണ്. ആൽഫ തരംഗം മുഴുവൻ പ്രകാശത്തിൻ്റെ അക്ഷരമായിട്ടാണ് പറയുക. ദൈവം ആൽഫ തരംഗമാണ്. നമ്മളാരും ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷേ ആൽഫ തരംഗം ഉള്ളവരെ കണ്ടിട്ടുണ്ട്. ഞാൻ വർഷം 2000-ൻ്റെയൊക്കെ ആ കാലഘട്ടത്തിൽ ഞാൻ കൽക്കട്ട ചെന്നപ്പോൾ ഒരു ദൈവത്തെ കണ്ടു. വെള്ള സാരി, നീല ബോർഡർ സാരി എടുത്ത മദർ തെരേസ എന്ന ആൽഫ തരംഗത്തെ. 2 വർഷം മുമ്പ് സഭയുടെ മീറ്റിങ്ങിൽ ചെന്നപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പായെ കൊണ്ട് ഞാൻ കൊന്ത വെച്ചിരിപ്പിച്ചു. ഒരു നിമിഷം ആ മുഖത്ത് നോക്കി. നോക്കിയപ്പോൾ മനസ്സിലായി, ഞാൻ ദൈവത്തെ കണ്ടു. ആൽഫ തരംഗമുള്ള മനുഷ്യർ. ആൽഫ തരംഗം മുഴുവൻ പ്രകാശമാണ്. അവിടെ മുഖത്തൊരു വെട്ടം, മുഖത്തൊരു ചൈതന്യം, ഒരു പ്രഭയുണ്ട്. ദൈവം മുഴുവൻ പ്രകാശമാണ്. അതുകൊണ്ടാണ് ദൈവം അതരം തുറന്ന് ആദ്യം പറഞ്ഞ വചനം, പ്രകാശമുണ്ടാകട്ടെ, പ്രകാശമുണ്ടാകട്ടെ. പ്രകാശമായ ദൈവം പുൽക്കൂട്ടി പിറന്നപ്പോൾ പ്രകാശം മിഴി തുറന്നു, നക്ഷത്രം ഉദിച്ചു. പ്രകാശമായ ദൈവം കുരിശിൽ മിഴി കൂട്ടിയപ്പോൾ പ്രകാശം മിഴി കൂട്ടി, സൂര്യൻ ഇരുണ്ടു. യേശു പറഞ്ഞു, യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. 34-ാം സങ്കീർത്തനം 5-ാം തിരുവചനം, അവരെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ 40 വർഷം നടന്നപ്പോൾ രാത്രിയിൽ നമ്മൾ കാണുന്നു ദീപസ്തംഭത്തിൽ പ്രകാശം. ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ മുഖത്ത് പ്രകാശം.
ഒരു കുർബാന കഴിയുമ്പോൾ, ഒരു ആരാധന കഴിയുമ്പോൾ, ഒരു വചനം തിരുവചനം കഴിയുമ്പോൾ, 2 ഗാനം ഭക്തിഗാനം പാടുമ്പോൾ, അല്പം വചനം വായിക്കുമ്പോൾ ഈ ആത്മാതരംഗം. ദൈവവുമായി ബന്ധപ്പെടുന്നവർക്ക് ആത്മാതരംഗം. 4 കൂട്ടം തരംഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ. 2 ബീറ്റാ തരംഗം. എന്താ ബീറ്റാ തരംഗം? റബ്ബറും വെടി പാല് വെടുത്ത് എല്ലാം പണിയും കഴിയുമ്പോൾ അപ്പൻ്റെ ദേഹത്ത് ബീറ്റാ തരംഗം. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന നേഴ്സിൻ്റെ ദേഹത്ത് ബീറ്റാ തരംഗം. അടുക്കളയിൽ ഒരുപാട് വന്ന് മടുക്കുന്ന അമ്മയുടെ ദേഹത്ത് ബീറ്റാ തരംഗം. ഈ ബീറ്റാ തരംഗം വരുമ്പോൾ തലവേദന, മന്ദത, മറവി, ഭാരം ഇതെല്ലാം വരും. തലവേദന, മന്ദത, മറവി, ഭാരം, അത് ബീറ്റാ തരംഗം. 3 ഡെൽറ്റാ തരംഗം. എന്താ ഡെൽറ്റാ തരംഗം? ഉപ്പുമാവ് കഴിച്ചേച്ച് ക്ലാസ്സിൽ പോയോ ഒരു തൂക്കം, ഡെൽറ്റാ തരംഗം. കപ്പ വേവിച്ച നിന്നിട്ട് ഓഫീസിൽ പോയോ ഒരു മയക്കം, അതിന് വിളിക്കുന്ന വാക്കാണ് നമ്മളൊരു ഡെൽറ്റാ തരംഗം. ഡെൽറ്റാ തരംഗം എല്ലാം നടക്കുന്നറിയാം, പക്ഷെ എന്താണെന്നൊരു പിടിയില്ല. ഒരു പൊടി മയക്കം, ഒരു പൊടി തൂക്കം, ഇതിന് വിളിക്കും ഡെൽറ്റാ തരംഗം. ഞാൻ ഒരു മഠത്തിൽ സിസ്റ്റർമാരെ ധ്യാനിപ്പിക്കുകയായിരുന്നു. ഞായറാഴ്ച ധ്യാനം തുടങ്ങി, വെള്ളിയാഴ്ച തീരും. ബുധനാഴ്ച മഠത്തിലെ മദറിൻ്റെ ഫീസ്റ്റ്. എല്ലാവർക്കും മിക്സഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും തന്നു. ഇതെല്ലാം കഴിച്ചു. 2:30 മുതൽ 4 വരെ ശിക്ഷേച്ചിൻ്റെ കുമ്പസാരമാണ്. കുമ്പസാരക്കുള്ളിലെ പലകയാണെങ്കിൽ ഡെസ്ക് പോലെ വീതിയുള്ള പലക, കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാം. 5-6 കന്യാസ്ത്രീ അമ്മമാർ കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ നെയ്മയത്തിൽ ഡെൽറ്റാ തരംഗത്തിൽ വഴുതി വീണു. ഒരു പ്രായമുള്ള സിസ്റ്റർ കുമ്പസാരിക്കാൻ മുട്ടുകുത്തി. ഇതിനിടയിൽ ഞാൻ ഉറങ്ങിപ്പോയി. സിസ്റ്ററെ കമ്പി വല്ല തട്ടിയിട്ട് പറഞ്ഞു, തീർന്നച്ചാ തീർന്നു. എനിക്കൊരു ചമ്മൽ. കുമ്പസാരക്കൂടിൽ അച്ഛൻ ഉറങ്ങുന്നത് മഹാ നാണകൻ്റെ പരിപാടി. ഞാൻ സുബോധം വീട്ടിയിട്ട് ഞാൻ സിസ്റ്റർമാർക്ക് കൊടുക്കാവുന്ന ഉപദേശം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വന്നുപോയ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തലിച്ച് 3 പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കണം എന്ന് പറയാൻ ആഗ്രഹിച്ചു തുടങ്ങി. പറയുന്നതിനിടയിൽ ഡെൽറ്റാ തരംഗത്തിൽ ഞാൻ വീണ്ടും മയക്കത്തിലേക്ക് വീണു. സിസ്റ്റർ വീണ്ടും മുട്ടി വിളിച്ചു, എന്നാച്ചാ എനിക്കൊരു കമ്മൽ. ഞാൻ പിന്നെ വീഴൽ കിടന്നു ഉരുണ്ടു. ഞാൻ പറഞ്ഞു, ഇതുപോലെ അർത്ഥം മനസ്സിലാക്കി 3 പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവിന് നിർത്തി ചെല്ലിക്കണം. ഡെൽറ്റാ തരംഗത്തിൽ എന്തെന്നറിഞ്ഞുകൂടാ. നമുക്ക് ഈ ഡെൽറ്റാ തരംഗം വരുമ്പോഴാണ് ചിലപ്പം ധ്യാനത്തിനൊക്കെ തണുപ്പും ഒരു ചെറിയ കുളിർമയും വരുമ്പോൾ ഒരു പൊടി മയക്കം വരും. ചില സമയത്ത് ഇങ്ങനെ ധ്യാനിപ്പിക്കുമ്പോൾ ചില സഹോദരിമാർ അച്ഛനെ നോക്കി ഇങ്ങോട്ട് വാ തലയാട്ടുന്ന കാണാം. ഇത് ഡെൽറ്റാ തരംഗത്തിലാണ്. 4 തേറ്റാ തരംഗം. തേറ്റാ തരംഗം എന്ന് പറയുന്നത് ചുഴലി രോഗമുള്ളവർ വെള്ളത്തിലും തീയിലും ബോധം കെട്ടി വീഴുമ്പോൾ ദേഹത്തുള്ള തരംഗം, അതാണ് തേറ്റാ തരംഗം. ഷുഗറിന് ഒരുപാട് കാലമായി മരുന്ന് കഴിക്കുന്നവർ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ ആ കൂർക്കത്തിനോട് തേറ്റാ തരംഗം. ഏതെങ്കിലും രോഗത്തിന് നീണ്ടകാലം മരുന്ന് കഴിക്കുന്നവർ അവരുടെ ശ്വാസോച്ഛ്വാസത്തിനുണ്ട് തേറ്റാ തരംഗം. ഈ തേറ്റ, ഡെൽറ്റ, ബീറ്റാ തരംഗം വരുമ്പോൾ 5 രോഗങ്ങൾ ദേഹത്ത് വരും. 1 വൈദ്യവേദന, 2 നടുവേദന, 3 തലവേദന, 4 ശ്വാസം മുട്ടൽ, 5 അലർജി. കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ 5 രോഗമാണ് സാധാരണ മാറുക. തരംഗത്തിൽ മാറ്റം വരുമ്പോൾ ക്യാൻസർ പോലും ദേഹത്തോട് വിളവലയും. അപ്പോൾ ഒരു പ്രകാശം, ദൈവികമായ പ്രകാശം വരുന്നു പ്രാർത്ഥിക്കുമ്പോൾ. അത് ആൽഫാ തരംഗം. ഇപ്പം ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു മുഖപ്രകാശം. ബൈബിൾ വായിക്കുക, നല്ല ഭക്തിഗാനം പാടുക, പരിശുദ്ധാത്മാവിൻ്റെ പാട്ട്, മരിയൻ ഗാനം ഒക്കെ പാടുമ്പോൾ ദേഹത്ത് ഒരു ആൽഫാ തരംഗം. കിട്ടുന്ന സമ്മാനം മുഖപ്രകാശം. 2 പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന 2ാമത്തെ സമ്മാനമാണ് വ്യക്തത അല്ലെങ്കിൽ ക്ലാരിറ്റി. ഒന്നിനെക്കുറിച്ചും ഒരു മറയില്ല. വ്യക്തത, ക്ലാരിറ്റി. അത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു വലിയ സമ്മാനമാണ് വ്യക്തത. ജെറമിയ 29:11. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്നെ നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതി.
റോമാ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സമസ്തവും നന്മയ്ക്കായിട്ട് ഒരുക്കുന്നു. ഇതാണ് വ്യക്തത എന്ന് പറയുക. ഇന്നലെ സംഭവിച്ചതെല്ലാം ഇന്നത്തെ നന്മയ്ക്ക് വേണ്ടി. ഏലിയായും മോശയും ഇന്നലകൾ അവർ സംസാരിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇനി ഇന്ന് ഇവനെ കേൾക്കുക. ഏലിയ പോയി, മോശ പോയി, പഴയ നിയമം പൂർത്തിയായി. പുതിയ നിയമത്തിൽ ഇനി പഴയതല്ല, ഒരു വ്യക്തത. ഈശോമിശിഹായി എല്ലാം നിറവേറി. എനിക്കിതിൽ നല്ല ഉറപ്പാണ്. ഇന്നലെ സംഭവിച്ചതെല്ലാം ഇന്നത്തെ നന്മയ്ക്ക് വേണ്ടി. ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പന അടുത്ത് വലിയ റോവാള എന്ന ഒരു ക്രിസ്തീയ ഗ്രാമത്തിലാണ് ജനിച്ച് വളർന്നത്. കുട്ടിക്കാലത്ത് ചെരുപ്പില്ലായിരുന്നു. കാരണം ചെരുപ്പ് മേടിക്കാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും കാശില്ലായിരുന്നു. കുടിയേറിപ്പോയ ദുരന്തത്തിൻ്റെ നാടുകൾ. എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠനും ചെരുപ്പിട്ടിട്ടില്ല, അപ്പനും അമ്മയും ചെരുപ്പിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കും ചെരുപ്പിടാൻ തോന്നിയില്ല. പക്ഷെ ചെരുപ്പിടുന്നവരെ കാണുമ്പം കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നൊരു ചിന്തയുണ്ടായിരുന്നു. +2 എന്ന പ്രീ ഡിഗ്രി കോളേജിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരും ഷൂസും നല്ല ചെരുപ്പ് ഇട്ട് വരുമ്പോൾ എനിക്ക് ചെരുപ്പില്ലല്ലോ എന്ന് അന്ന് ഞാൻ ഓർത്തുപോയി. പക്ഷെ പിന്നീട് ഞാൻ സഭയിൽ ചേർന്നു. 13 വർഷം പഠിച്ചു. അച്ഛനായി പട്ടം കിട്ടി. അച്ഛനായിട്ട് നീണ്ട 32 വർഷങ്ങൾ പിന്നിടുന്നു. 32 വർഷങ്ങൾ. ഈ 32 വർഷങ്ങളിൽ 50 രാജ്യങ്ങളിൽ ഞാൻ പോയി ധ്യാനിപ്പിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ. രാത്രി പകലായ സമയം, ഭക്ഷണ വ്യത്യാസം. പക്ഷേ ഒരു ജലദോഷം പോലും പിടിച്ച് എൻ്റെ ഒരു ധ്യാനവും മുടങ്ങിയിട്ടില്ല. കുട്ടിക്കാലത്തെ കഷ്ടപ്പാട്, എല്ലും കെട്ടി, തൊലിക്കെട്ടി, മനക്കെട്ടി, ഇതെല്ലാം എനിക്ക് സമ്മാനിച്ചു. എൻ്റെ കൂടെ പട്ടം കിട്ടിയ പല അച്ഛന്മാരും പട്ടം കിട്ടി 10ാം വർഷം ഡോക്ടർ കയ്യെപ്പിടി ചോദിച്ചു, അച്ഛാ പഞ്ചാരയുണ്ടോ, പാമോയിലുണ്ടോ, മണ്ണെണ്ണയുണ്ടോ, ബാങ്കി ബാലൻസ് ഉണ്ടോ? രോഗത്തെ കളിയാക്കുകയല്ല, എൻ്റെ അലച്ചിലും കഷ്ടപ്പാടും എനിക്ക് തന്ന ഒരു ഇമ്മ്യൂണിറ്റി പവർ. പക്ഷെ എന്നാലും ഈ ചെരുപ്പില്ലായിരുന്നല്ലോ എന്ന് ഓർത്തിട്ടുണ്ട്. അതിനുശേഷം മാറിയത് 2015-ലാണ്. അവിടെ ജ്ഞാനായ സമുദായത്തിൻ്റെ ട്രെവീസായി ആൾക്കാരുടെ രൂപം. അവരെല്ലാം കൂടി ഒരു ധ്യാനം വെച്ചു. പാതുവായും അന്തോണീസ് പുണ്യാണ്ട് കല്ലറയ്ക്കൽ. ധ്യാനം കഴിഞ്ഞ് ഇവരെന്നെ വീഡിയോയിലേക്ക് കൊണ്ടുപോയി. ട്രെവീസ എന്ന സിറ്റിയുടെ കവാടത്തിൽ ഒരു സ്റ്റാച്ചു, ഒരു ചെറുപ്പക്കാരൻ പാൻസും കോടി ധരിച്ച് കൈ കെട്ടി നിൽക്കുന്നു. തോളിൽ ഒരു ഇല്ലിക്കമ്പ്. ഇല്ലിക്കമ്പിൽ 2 നല്ല ഷൂസ് വള്ളിയിൽ കോർത്ത് കെട്ടി ചുമന്നോട് നിൽക്കുന്ന ഒരു സ്റ്റാച്ചു ആണ്. 100 വർഷം മുമ്പ്, 150 വർഷം മുമ്പൊക്കെ ഇറ്റലിയിൽ കൊടും തണുപ്പുള്ളപ്പോൾ ഇന്നും അന്നും ഷൂസില്ലാതെ പറ്റിയല്ല. പാവപ്പെട്ട മനുഷ്യർ ഷൂസ് മേടിച്ചാൽ 3 വർഷം വരെ ഉപയോഗിക്കണം. പുത്തം മേടിക്കാൻ കാശില്ല. നല്ല മല, മുള്ള്, കല്ല്. അവിടെ വരുമ്പോൾ ഷൂസിടും. അല്ലാത്ത സ്ഥലത്ത് വരുമ്പം ഷൂസ് ഊരി വള്ളിയെ കെട്ടി കോലെ തൂക്കി തോളെ ചുമക്കണം. അങ്ങനെ ചുമന്ന് നടന്നു ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ നന്നായിട്ട് പഠിച്ച് സെമിനാരിച്ച് ഒരു നല്ല വൈദികനായി, പിന്നീട് നല്ല മെത്രാനായി, പിന്നീട് സഭ കണ്ട വിശുദ്ധനായ മാർപ്പാപ്പയായി. ആ മാർപ്പാപ്പയെ കോട്ടയം രൂപതയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത 10ാം പിയൂസ് മാർപ്പാപ്പ. അദ്ദേഹമാണ് തോളിൽ ചെരുപ്പ് ചുമന്ന ഒരു ബാലൻ. അപ്പം ചില ഇന്നലകളിൽ സംഭവിക്കുന്ന ചില മുറിവുകൾ, ചില നൊമ്പരങ്ങൾ നാളത്തെ നന്മയ്ക്ക് വേണ്ടി ദൈവം കരുതുന്നു എന്നുള്ള ഉറപ്പ് ദൈവം കരുതുന്നു. ആർക്കാണ് കോമൺവെൽത്ത്, സാഫ് ഗെയിംസ്, ഏഷ്യാഡ് വന്നാൽ സ്വർണ്ണമെഡൽ കിട്ടുക? ഞങ്ങളുടെ നാട്ടിലെ പ്രീജ ശ്രീധരൻ, ബീനാമോള്, ബിജുമോൻ, PT ഉഷ, MD വത്സമ്മ, ഷൈനി എബ്രാഹും, ഇവർക്കൊക്കെയാണ് സ്വർണ്ണമെഡൽ കിട്ടുക. കാരണം മലമൂട്ടിൽ ഓടി എല്ലും കെട്ടി പ്രതിരോധ ശക്തി ശരിക്കും വന്നു. നമ്മുടെ മറ്റക്കര, മണ്ണൂർ, അയർക്കുന്നം ഭാഗത്ത് നല്ല സുന്ദരികളായ മുതലാളി പെണ്ണുങ്ങളുണ്ട്. കണ്ടാലോ കുതിർന്ന മോഡേമ്പിലോട്ട് പോലെ ആയിരിക്കുക. പക്ഷെ കുനിഞ്ഞിട്ട് സ്വർണ്ണമെഡൽ പോയിട്ട് തെങ്ങിൻ്റെ കവളമെഡൽ പൊക്കിയാൽ അണപ്പേ ശ്വാസം മുട്ടൽ. ഈയിടെ 5-6 ചേട്ടന്മാർ ഒരുമിച്ച് വെച്ചു. എന്തുകൊണ്ടാണ് മലയാളി പെണ്ണുക്ക് തന്നെ ഈ സ്വർണ്ണമെഡൽ? ചേട്ടൻ പറഞ്ഞു, മലയാളി പെണ്ണല്ലേ സ്വർണ്ണമെന്ന് കേട്ടോ മരണപ്രാളുകൾ ഓട്ടം അതുകൊണ്ട് വായിക്കൊണ്ടേ പോയുള്ളൂ. ഇപ്പം ഇന്നലകളിൽ സംഭവിച്ചത് ഇന്നത്തെ നന്മയ്ക്ക് വേണ്ടി. അതെനിക്ക് ഉറപ്പാണ്. ഞാൻ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക്
1970 അവസാനമാണ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാരികയായിരുന്നു മനോരമ-മനോരാജ്യം. അന്നൊരു മനോരമയുടെ വില 25 പൈസയാണ്. എല്ലാ ആഴ്ചയുടെ ആരംഭത്തിൽ അമ്മ എന്നിൽ 25 പൈസ തരും. എന്നൊരു മോൻ പോയി ഒരു മനോരമ മേടിച്ചു കൊണ്ടുപോവാ. ഞാൻ മേടിച്ചു കൊണ്ടുവരും. അമ്മയ്ക്ക് വായന അത്ര പരിചയമല്ല. അപ്പം അമ്മ ഇങ്ങനെ സാമ്പാറിന് ഒരുക്കുമ്പോൾ ഞാൻ മേശപ്പെട്ട് മനോരമ വെച്ചുകൊണ്ടിരിക്കും. അമ്മ പറയും, മോനെ ഉറക്കെ തെളിച്ചെന്ന് വായിച്ച് അടുത്ത ഒരാഴ്ച കാലം കാർത്തിക നക്ഷത്രത്തിൽ പറഞ്ഞവർക്ക് എന്നതാ വരാൻ വന്നത്. അമ്മയുടെ നക്ഷത്രം കാർത്തികയാണ്. അമ്മ മരിച്ചിട്ട് വർഷം 30 ആകുന്നു. ഇന്നും വാരാന്ത്യപതി വരും. ഞാൻ അറിയാതെ പോയി നോക്കും. മരിച്ചു പോയവർക്ക് സ്വർഗരാജ്യത്തിൽ വരുന്ന ആഴ്ച കാർത്തികയിൽ എന്നതാ സംഭവിക്കാൻ പോകുന്നത്. അന്ന് വായിച്ചതിന് ചെറിയ ഓർമ്മ. അപ്പം അമ്മ വായിക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റേതായിട്ട് വായിക്കും. ഞാനിങ്ങനെ വായിക്കും. കാർത്തിക നക്ഷത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് മക്കളുണ്ടെങ്കിൽ അടുത്ത ഒരാഴ്ച കാലം ആ മക്കൾക്ക് വിശിഷ്ട വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പിന്നെ ഞാൻ ഓടിപ്പോകും പരിതബിന്ദു വായിക്കാൻ. എനിക്കിഷ്ടമാണ് അന്നും ഇന്നും പരിതം പറയുന്നതും പരിതബിന്ദുക്കൾ വായിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമായ കർത്താവേ, ഞാൻ വളർന്നു വലുതാകുമ്പോൾ മനോരമയിൽ എൻ്റെ പേര് വെച്ച് ഒരു പരിതബിന്ദു എഴുതാൻ ഇടയാകണം. അങ്ങനെ ആൾക്കാരിനെ അറിയാനിടയാകണം. ഒരു കുട്ടിക്കാലത്തെ പൊട്ട പ്രാർത്ഥന. നസീറും ശാരദയും സത്യനും ഷീലയൊക്കെ മരം ചുറ്റി ഓടുമ്പോഴും കുളിച്ചു പൊങ്ങുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ, അവർ കുടിക്കുന്ന വെള്ളം ഇളക്കാനുള്ള ഒരു ഭാഗ്യം തരണേ, മരത്തിന് കൊമ്പ് കുലുക്കാനുള്ള ഒരു വരം തരണേ. ഇതൊക്കെയായിരുന്നു പ്രാർത്ഥന. 5 പതിറ്റാണ്ട് കഴിഞ്ഞു. ഇന്ന് മനോരമ കോട്ടയത്ത് ഇറങ്ങുമ്പോൾ എഡിറ്റർ പലപ്പോഴും എന്നെ വിളിക്കും. അച്ഛൻ്റെ പേര് വെച്ച് ഒരു പരിതബിന്ദു എഴുതണം, ഉണ്ടെങ്കിൽ തരാമോ ചോദിക്കും. മനോരമ ഏറ്റവും കൂടുതൽ വിറ്റ പുസ്തകം എന്നെക്കൊണ്ട് എഴുതിപ്പിച്ചതാണ്. 1 ലക്ഷം കോപ്പി വിറ്റ ഇണയും തുണയും. മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, ക്രൈസ്തവർ വിവാഹത്തിന് മക്കൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റാണ് ആ പുസ്തകം, ഇണയും തുണയും. ഞാനൊന്ന് ആഗ്രഹിച്ചു, ദൈവം തരുന്ന വരികൾ. ഞാൻ സിനിമാ നടന്മാരുടെ മരം കുലുക്കാനുള്ള വരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്ന് എവിടെ ചെന്ന് കഴിഞ്ഞാലും ആൾക്കാർ സെൽഫി എടുക്കാൻ വരും. യൂട്യൂബിലെ പരിചയമുണ്ട്. 7 വർഷങ്ങൾക്ക് മുമ്പ് സംവിധായകൻ ചിത്തുവും തിരക്കഥാകൃത്ത് സിന്ധിരാജും കൂടി ഞാൻ SHM പ്രൊവിൻഷ്യൽ ഹോസ്റ്റലാണ് എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഒരു ഉപകാരം ചെയ്യണം. അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന ഒരു സംഭവം സിനിമയാക്കാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ അനുവാദം തരും. ഞാൻ ദമ്പതിധ്യാനത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ആണുങ്ങളുടെ മനഃശാസ്ത്രം. എത്ര നല്ല പുരുഷനാണെങ്കിലും കല്യാണം കഴിഞ്ഞ് 7 വർഷം കഴിയുമ്പോൾ വേറെ പെണ്ണുങ്ങൾ പോകും. ചുമ്മാ കുറേ നേരം പുറയിൽ നോക്കിക്കൊണ്ട് നിൽക്കും. അതിന് വിളിക്കുന്ന വാക്കാണ് ആണുങ്ങളുടെ 7ാം വർഷത്തിലെ ചൊറിച്ചിലെന്നാണ് അതിനെ വിളിക്കുക. അങ്ങനെ ഒരുത്തം നോക്കിയപ്പോൾ അവൻ്റെ മകൾ മതം മാറി വേറെ പുരുഷൻ്റെ പുറകെ പോയി. ഇവന് തോന്നി തെറ്റ് തിരുത്തിയേക്കാം. അവൻ തിരുത്തി ഭാര്യയിലേക്ക് വരുമ്പോൾ അവളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ, അവളുടെ ആ ഒരു ബോധ്യം വീണ്ടെടുക്കാൻ ഇവൻ എന്തെല്ലാം ചെയ്യണം. ഞാൻ പറഞ്ഞു കൊടുത്തു, അവളുടെ തുണി മൊത്തം അലക്കി കൊടുക്കണം, അലക്കി തുണി അയിൽ വിരിച്ചു കൊടുക്കണം, കരി ഒലപ്പി കൊടുക്കണം, തറ തുടച്ചു കൊടുക്കണം, പാത്രം മെരക്കി കൊടുക്കണം. അവളെല്ലാ മണ്ണിലും വടി വീഴുന്ന പോലെ ഒന്നും വിടാതെ നിന്ന് കൊടുക്കണം. ഞാനീ പറഞ്ഞത് ഭാവനാസമ്പന്നനായ സിദ്ധിരാജ് മനോഹരമായി എഴുതി. മോഹൻലാൽ ആ ഭാഗം ഭംഗിയായി അഭിനയിച്ചു. ഒടുവിൽ മീനായും ഒത്ത് അഭിനയിച്ചു. ആ പടം 101 ദിവസം ഓടിയപ്പോൾ ക്രിറ്റിക്സ് അവാർഡ്, KCC അവാർഡൊക്കെ കിട്ടി. എനിക്ക് മോഹൻലാലും മീനയ്ക്ക് കൂടി കല്ലൂർ വെച്ച് അവാർഡ് തന്നു. അങ്ങനെ എൻ്റെ ഒരു ചെറിയ കഥ, ഒരു ധ്യാനപ്രസംഗം സിനിമയായിട്ട് മാറി. അതായിരുന്നു മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. ഞാൻ ഒന്നാം പ്രാർത്ഥിച്ചു, ദൈവം കൊണ്ടുവന്ന വഴി. കഴിഞ്ഞ വർഷം എൻ്റെ ഇതൊരു ധ്യാനം ഇതുപോലെ കാണിച്ച് ചെമ്മമ്മിനോ നായകനായ ബുമറ. നമ്മളൊരു പൂ ചോദിക്കുമ്പം ദൈവം പൂന്തോട്ടം തരും. ഇതാണ് വ്യക്തത. ഇന്നലകളിൽ സംഭവിക്കുന്നെല്ലാം നാളത്തെ നന്മയ്ക്ക് വേണ്ടി. നമ്മൾ ചുമ്മാ പിടിച്ചു നിന്നോണം, ദൈവം ഉത്തരം കാലത്തിൻ്റെ പൂർത്തിയിൽ നമുക്കായിട്ട് തരും. 1, പ്രാർത്ഥിക്കുമ്പോൾ മുഖപ്രകാശം. 2, വ്യക്തത. 3, ധൈര്യം. പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് നല്ല ധൈര്യമാണ്, നല്ല ധൈര്യം. മോശ സീനായ് മലയിൽ പ്രാർത്ഥിച്ചിട്ട് വന്നപ്പോൾ നല്ല ധൈര്യം. യേശു
ഗെത്സമേനിൽ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒറ്റുന്നവൻ അടുത്ത് വരുന്നു, പോകാം, കൈയേൽപ്പിക്കാം, ധൈര്യം. തോമാസ് ശ്ലീഹ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അവനോടൊപ്പം പോയി മരിക്കാം. താബോർ മലയിൽ ശിഷ്യന്മാർ ഭയപ്പെട്ടപ്പോൾ യേശു പറഞ്ഞു, വരൂ, ധൈര്യമായിരിക്കൂ, താഴ്വരയിലേക്ക് പോകാം. പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ദൈവം കൊടുക്കുന്നു ധൈര്യം, വലിയ ധൈര്യം. കൊച്ചു പിള്ളേരുടെ കൂട്ടയോട്ടം 8 വയസ്സിനും 10 വയസ്സിനുടെ പ്രായമുള്ള 10 കുഞ്ഞുങ്ങൾ 100 മീറ്റർ ഓട്ടത്തിന് നിരന്നു നിന്നു. ഒരുത്തന് വോളിബോളിൻ്റെ മുഴുപ്പ്, ഒരുത്തന് ഫുട്ബോളിൻ്റെ ഷേപ്പ്, ഒരുത്തൻ ബാസ്കറ്റ്ബോളിൻ്റെ ടൈപ്പ്, ഒരുത്തൻ ഷോട്ട് പോലെ ഉള്ളവൻ. സാറന്മാർ 100 മീറ്റർ ദൂരെ കയറും പിടിച്ചിരിക്കുക. നോക്കുമ്പോൾ തമ്മിലെ പൊക്കം പറ്റ കുട്ടി ചെറവറ പറവറ 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 എന്ന് പ്രാർത്ഥിക്കും. സാറന്മാർ ഓർത്തു, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന കുട്ടിക്ക് 1ാം സമ്മാനം കിട്ടിയാൽ മതി. റെഡി, 1 2 3 സ്റ്റാർട്ട്. വിസിൽ. ഓട്ടം പൂർത്തിയായപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചവൻ ഏറ്റവും അവസാനത്തിനായിട്ട് ഫിനിഷ് ചെയ്യും. എന്നിട്ട് അവൻ ചെറവറ പറവറ 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 എന്ന് പ്രാർത്ഥിക്കുന്നു. സാറന്മാർ തോണിക്കെട്ടി ചോദിച്ചു, മോനെ, ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും സമ്മാനം കിട്ടിയില്ലെന്നോ, ദൈവത്തോട് നിനക്ക് പിണക്കം വന്നോളോ? അവന് പൊന്നു സാറേ, ആരാ പറഞ്ഞത് സമ്മാനം കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന്? നീ പ്രാർത്ഥിച്ചതെന്താ? എൻ്റെ സാറേ, സമ്മാനം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത്, തോറ്റാലും കരയാതിരിക്കാൻ മനക്കെട്ടി കരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമ്മാനം ധൈര്യം. ധൈര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യ ഭയങ്ങൾ മൊത്തം പോകും. അനാവശ്യ ഭയങ്ങൾ മൊത്തം പോകും. രക്തത്തെ ഭയം, വെള്ളത്തെ ഭയം, ആഴത്തെ ഭയം, ഉയരത്തെ ഭയം, ഇരുട്ടിനെ ഭയം, പുതിയ സ്ഥലത്തെ ഭയം, പരീക്ഷ ഭയം, ഇൻ്റർവ്യൂ ഭയം, ഇതൊക്കെ പോകും. പ്രാർത്ഥിച്ചാലും നോർമൽ ഭയം ഉണ്ടാവും. പാമ്പ് കടിക്കാൻ വന്നാൽ, പട്ടി കടിക്കാൻ വന്നാൽ, കള്ളൻ വീട്ടിൽ വന്നാൽ, ഭ്രാന്തൻ നേരെ വന്നാൽ, ആന കുത്താൻ വന്നാൽ പേടി തോന്നും. ഒരാളിങ്ങനെ പോകുമ്പോഴത്തേക്ക് പട്ടി കടിക്കാൻ വേണ്ടി ചാടി വരിക, ഡോബർമാൻ. നമ്മളാരെങ്കിലും പറയുമ്പോൾ പശുന്ന് പറയുമ്പോൾ തമ്പുരാൻ്റെ അമ്മയെന്ന് പറഞ്ഞിരിക്കുമോ? കടിക്കായിട്ടായിരിക്കാൻ ജീവനം കൊണ്ടുപോകും. ഞാൻ മാലക്കല്ലിൽ വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനിപ്പിക്കുക. 2 സെക്ഷനാണ്, രാവിലെ ഉണ്ട്, വൈകിട്ടുമുണ്ട്. ഉച്ചയ്ക്കത്തെ കഴിഞ്ഞിട്ട് ഞാൻ അടുത്തുള്ള മഠത്തിലേക്ക് ചോറുണ്ണാൻ പോകുന്നു. ഇത്രയും വികസിക്കാത്ത കാലം സിറ്റിയിലൂടെ കടന്നു വേണം അപ്പുറത്ത് കോൺവെൻറ്റിൽ പോകാൻ. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പ്രാന്തൻ, മുഷിഞ്ഞ പൈജാമ, ചൂപ, എണ്ണമില്ലാത്ത മുടി, മീശ, ദീക്ഷ, കയ്യിൽ കാപ്പിക്കും പോയിട്ട് ചായക്കര മൂടി ഒറ്റ വരവ്. ഞാൻ ആകെ പേടിച്ചു പോയി. എനിക്ക് പ്രാന്തനാണ് വരുന്നത്, ഞാൻ ലോകയിലാണ്, ഓടാനുള്ള ഒരു വകുപ്പുമില്ല. ആൾക്കാർ ചിരിക്കുക. ഉറുമ്പനെ പോലും തിരുമ്പി കൊല്ലാത്ത മനുഷ്യനാണ്. ചുമ്മാ ഒച്ച വെക്കത്തേ ഉള്ളൂ. എനിക്കറിയത്തില്ലല്ലോ. ഇയാളെ മുമ്പിൽ വന്നൊരു അറിയിച്ചു വെച്ചു, അച്ഛനോട് പോവുക. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, മഠത്തിൽ ഉണ്ണാൻ പോവുക, ഇപ്പം തന്നെ ഞാൻ ഇങ്ങോട്ട് പോരും. പ്രാന്തന് കേട്ട പാടെ വഴി താഴെ കിട്ടും, റോഡിൽ മുട്ടുകുത്തി കൈ വിരിച്ചു, ഒറ്റ പ്രാർത്ഥന, പിതാവേ, പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കൂ. പ്രാന്തനെ കാണുമ്പോൾ നോർമൽ ഭയമാണ്. പ്രാന്തനെ കാണുമ്പോൾ കള്ളം വീട്ടിൽ വന്നാൽ പേടിക്കുകയല്ലേ? ഒരു വീട്ടിൽ ഉച്ചകഴിഞ്ഞ് 2:30 ഒരു കള്ളം വന്നു, കൈത്തോക്കുമായിരുന്നു. അവനകത്ത് കയറി കുറ്റിയിട്ടു, വാതിലടച്ചു. വാതിലടച്ചിട്ട് അവൻ പറഞ്ഞു, ഞാൻ കള്ളനാണ്, എൻ്റെ രീതി ആദ്യം പേര് ചോദിക്കും, പേര് പറഞ്ഞു കഴിയുമ്പോൾ നെറ്റിയിൽ വെടിവെക്കും, എന്നിട്ട് ഞാൻ സാധനം കട്ടുകൊണ്ട് പോകും. ഭർത്താവും ഭാര്യയും കെരുകല വരയ്ക്കുക. കള്ളം തോക്കെടുത്ത് ഭാര്യയുടെ നെറ്റിയെ വെച്ചു, എന്നതാടി നിൻ്റെ പേര്? വരച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കള്ള, എന്നെ കൊല്ലരുത്, എൻ്റെ പേര് എലിസബത്ത്. കള്ളം തോക്ക് താഴെ ഇട്ടു. കള്ളം പറഞ്ഞു, എൻ്റെ അമ്മയുടെ പേര് എലിസബത്ത്, ആ പേരോട് കൊല്ലാൻ പറ്റിയത്. കരിപ്പൊടി പോകാൻ പറ്റുമോ? കെട്ടിയവന് വരയ്ക്കുക. കള്ളം തോക്കെടുത്ത് കെട്ടിയവനെ എത്തി വെച്ചു, എന്നതാടോ തൻ്റെ പേര്? കെട്ടിയവൻ വരച്ചോണ്ട് പറഞ്ഞു, എന്നെ കൊല്ലരുത്, എൻ്റെ പേര് വർഗീസ്, പക്ഷെ നാട്ടുകാരെല്ലാം എന്നെ എലിസബത്ത് എന്നാണ് വിളിക്കുന്നത്. കള്ളം തോക്ക് വിട്ടിട്ട് പോയെന്നാ. ഇപ്പം നോർമൽ ഭയമുണ്ട്. അകാരണമായ ഭയം പ്രാർത്ഥിക്കുമ്പോൾ പോകും. നോർമലായിട്ടുള്ള ഭയം ഉണ്ടെങ്കിലും അകാരണമായ ഭയം. ഇപ്പം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുന്ന 3 സമ്മാനങ്ങൾ: 1 മുഖപ്രകാശം, 2 വ്യക്തത, 3 ധൈര്യം. 1ാം ഭാഗത്തെ നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാം. കർത്താവായ യേശു തൻ്റെ ഐഹിക ജീവിതകാലത്ത് പ്രാർത്ഥനയുടെ 5 രീതികൾ നമ്മളെ പഠിപ്പിച്ചു. ഈശോ
പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥനയുടെ 5 രീതികൾ നമ്മളെ പഠിപ്പിച്ചു. 1. പ്രേ വിത്ത് ഫെയ്ത്ത്, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. മത്തായി 9:16 മുതൽ 25 വരെ വാക്യങ്ങൾ. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഉദാഹരണം, എൻ്റെ മോക്ക് വയസ്സ് 29, എത്ര നോക്കിയിട്ടും കല്യാണം നടക്കുന്നില്ല. തിരുനാളിൻ്റെ ദിവസങ്ങളിൽ ഈ രാത്രി മുതൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്നേക്ക് 90 ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ മകനെ കെട്ടി താലി കെട്ടുന്ന പുരുഷനെ കാണുന്നു, അവനായി നിന്നെ സ്തുതിക്കുന്നു. നാളെ പറയണം ഇന്നേക്ക് 89-ാം ദിവസം, മറ്റന്നാൾ പറയണം 88-ാം ദിവസം. കണക്ക് പറഞ്ഞ് ഡേറ്റ് പറഞ്ഞ് കിട്ടുന്ന പോലെ പ്രാർത്ഥിക്കണം. ഇതാണ് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടുകൂടി. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വിശ്വാസം കണ്ടിട്ടില്ലേ? ആ വിശ്വാസം വേണം. പോസ്റ്റ്മാൻ ഒരു ദിവസം പോസ്റ്റ് ഓഫീസിൽ കത്തുകൾ തിരയുമ്പോൾ ഒരു പ്രത്യേക കവറിൻ്റെ പുറത്ത് വെള്ളയ്ക്ക മുൻപിൽ ഒരു അഡ്രസ്: ടു മിസ്റ്റർ ദൈവം, സ്വർഗം പിയോ, ആകാശം വഴി, ഫ്രം ഭൂലോകം എന്നും പറഞ്ഞ് ഒരു അഡ്രസ്. പോസ്റ്റ്മാൻ കവർ പൊട്ടിച്ചു. ഒരു വെള്ളക്കടലാസിൻ്റെ 2 പുറങ്ങളിലായി ഒരു കുഞ്ഞിൻ്റെ പരാതി കേട്ട്: ദൈവമേ, അപ്പനും അമ്മയ്ക്കും ക്ഷീണം, ചുമ, ഉടുക്കാൻ തുണിയില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ചൂടാൻ കൊടയുമില്ല, എഴുതാൻ പേനയുമില്ല. നീ പാവങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണെങ്കിൽ താഴെ പറയുന്ന അഡ്രസ്സിൽ 200 രൂപ മണിയോടെ അയച്ചു തന്ന് നിന്റെ സ്നേഹം ഒന്ന് കാണിക്കണം. സ്വന്തം കൊച്ചുമോൻ ഒപ്പം ഫ്രം ഭൂലോകം. കാശില്ലാത്ത പോസ്റ്റ്മാൻ പല്ലോട് കടം മേടിച്ചു. 100 കിട്ടി. ഈ അഡ്രസ്സ് അയച്ചു കൊടുത്തു. കീഴെ കുറിച്ച് വെച്ചു: ദൈവം പാവങ്ങളെ കരുതുന്ന ദൈവമാണ്. ഇനി അത്യാവശ്യം വരും, പറയാൻ മടിക്കരുത്. സ്വന്തം ദൈവം, സ്വർഗം പിയോ, ആകാശം വഴി. 2 മാസം കഴിഞ്ഞ് പോസ്റ്റ്മാൻ കത്ത് തപ്പുമ്പോൾ വീർത്ത കവർ, വെള്ളയ്ക്ക മുൻപിൽ അഡ്രസ്: ടു മിസ്റ്റർ ദൈവം, സ്വർഗം പിയോ, ആകാശം വഴി, ഫ്രം ഭൂലോകം. പോസ്റ്റ്മാന് മനസ്സിലായി ഉദ്ദിഷ്ടകാര്യം സാധിച്ചതിന് ഉപകാര സ്മരണ പാഴ്സലായിട്ട് വരിക. പോസ്റ്റ്മാൻ കവർ പൊട്ടിച്ചു. 2 കടലാസിൻ്റെ 4 പുറങ്ങളിലായി: ദൈവമേ, നീ മന്ന കൊടുത്തു, വെള്ളം കൊടുത്തു, കാടപ്പക്ഷി കൊടുത്തു, ഇന്നും പാവങ്ങളെ കരുതുന്ന ദൈവമാണെന്ന് അമ്മ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു. നിൻ്റെ സ്വഭാവം 200 ചോദിച്ചാൽ 400, അല്ല ചോദിച്ച് 200. ഇന്ന് തീർച്ചയായിട്ടും 200 അയച്ചിട്ടുണ്ട്. പക്ഷെ കള്ള പോസ്റ്റ്മാൻ അതിൻ്റെ പകുതി എടുത്തിട്ട് 100 അയച്ചിട്ടുള്ളൂ. അവനെ മര്യാദയ്ക്ക് ഒരു പാഠം പഠിപ്പിച്ചേക്കണം. നിൻ്റെ സ്വന്തം കൊച്ചുമോനൊപ്പ് കയ്യിലെ കാശും പോയി തെഴി പാഴ്സലായിട്ട് പുറകെ വരും. ഈ കുഞ്ഞുങ്ങളുടെ വിശ്വാസം വേണം. തൊടുപുഴ MLA PJ ജോസഫ് 4 പതിറ്റാണ്ടായി എൻ്റെ സ്നേഹിതനാണ്, കുടുംബ സുഹൃത്തുമാണ്. ഞങ്ങൾ വിളിക്കും ഔസേപ്പച്ചൻ. ഞാൻ പ്രൊഫഷണലായിരുന്നപ്പോൾ ജോസഫിൻ്റെ വീടിനടുത്ത് ഒരു സാറിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ ആ സാർ എനിക്ക് 1.5 ഏക്കർ സ്ഥലം സഭയ്ക്ക് വേണ്ടി സമ്മാനം തന്നു. എന്തെങ്കിലും ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യണം. ഞാനൊരു സ്ഥാപനം പണിച്ചു, സെൻ്റ് ആൻ്റണി മെഴ്സി ഹോം. 18 വയസ്സ് കഴിഞ്ഞ ആണുങ്ങൾക്ക് അവിടെ താമസിക്കാം, സൗകര്യമുണ്ട്. ഇന്ന് 3 അച്ഛന്മാർ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നു. പണി നടക്കുന്ന സമയത്ത് PJ ജോസഫ് മകനെയും കൊണ്ടും, മകനും അത് ഭിന്നശേഷിക്കാരൻ മോനാണ്. അവർക്കുള്ള സ്ഥാപനമാണ് അവിടെ പുറപ്പണി ഞങ്ങൾ ഇന്ന് നടത്തുന്നത്. ഇപ്പം ജോസഫ് വന്നു എന്നോട് പറഞ്ഞു, അച്ഛൻ വീട്ടിൽ വരെ ഒന്ന് വരണം. ഭാര്യ ശാന്തമ്മ പറഞ്ഞു, അച്ഛനെ വിളിച്ച് പശുക്കൂട് ഒന്ന് വെച്ചിരിപ്പിക്കണം. ജോസഫ് 36 പശുക്കളുകൊണ്ട് 1000 ലിറ്റർ പാല് മിൽമേ കൊടുക്കുന്ന ആളാണ്. ഒരു ഓസ്ട്രേലിയൻ പശു ചന പിടിച്ചാൽ 2-ാം മാസം ഇറങ്ങി പോവുകയാണ്. അച്ഛൻ വന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ശാന്തമ്മ പറഞ്ഞു. ഞാൻ അവസരപ്പെച്ച മനുഷ്യർ നോക്കും, പശു, എരുമ, ആട് ഒക്കുമോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. PJ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസമല്ലേ, അച്ഛൻ വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. ജോസഫ് പള്ളിയിൽ നിന്നും ഖുറാനയും ആനാമേളവും പ്രാർത്ഥനാംശം കൊടുത്തു. ജോസഫും ശാന്തമ്മയും മകൻ അപ്പവും ബാക്കി എല്ലാവരും നിരന്നു നിന്നു. മേഘാലയക്കാരും പണിക്കാരനും അവിടെ നിന്നു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവായ ദൈവമേ, എൻ്റെ ചെറിയ വിശ്വാസം നോക്കാതെ ജോസഫിൻ്റെ വലിയ വിശ്വാസം തികപ്പാത്ത് നിൻ്റെ വലിയ കരുണ ഈ പശുവിൽ കാണിക്കണമേ. പ്രാർത്ഥനയുടെ അഭിഷേകമായി ഈ ഓസ്ട്രേലിയൻ പശുവിന് ഒരു ഇന്ത്യൻ ചന കൊടുത്തു അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ആനാമ്പലം നീക്കി പശുവിൻ്റെ അകിടെ വാല് കൊമ്പേശ്ശേരി ആനാമ്പലത്തിൽ പശു മുങ്ങി നിന്നു. ഞാൻ ഒടുവൂരിലേക്ക് പോന്നു.
പിന്നെ കുറേ നാളത്തേക്ക് ജോസഫിനെ വിളിച്ചില്ല. കാരണം പശുവിനെ ചന പിടിച്ചില്ലെങ്കിൽ എനിക്കല്ലേ നാണം കേട്. നാളുകൾ കഴിഞ്ഞു PJ വിളിച്ചു. അച്ഛാ, പ്രാർത്ഥന അത്ഭുതം പ്രവർത്തിച്ചു, വിശ്വാസം അത്ഭുതം പ്രവർത്തിച്ചു. ചന പിടിച്ച പശു കഴിഞ്ഞ തിങ്കളാഴ്ച പ്രസവിച്ചു ഒരു പശുക്കിടാവ്. അച്ഛാ, ഞാൻ തന്നെ അതിന് പേരിട്ടു അനാർക്കലി. അച്ഛന് വേണമെങ്കിൽ പേര് മാറ്റാം. ശാന്തമ്മ പറഞ്ഞു അച്ഛനെ വിളിച്ച് അതിന് ഒരു തുടം പാലുകൊണ്ട് ഒരു ചായ കൊടുക്കണം. ഞാൻ ചെന്നു, ചായ കുടിച്ചു പോന്നു. പിന്നീട് ജോസഫിൻ്റെ പാർട്ടിക്കാരൻ ഒരുമിച്ച് കൂടിയപ്പം PJ പറഞ്ഞു പുത്തമ്പരസിനെ വിളിച്ചു പ്രാർത്ഥിപ്പിച്ചതാണ്. ചന പിടിക്കാത്ത പശുവിന് ചന പോലും പിടിച്ചു. ദൈവത്തിനായിരം നന്ദി. ഇന്ന് പാല് മിൽമേ കൊടുക്കുന്നു. അന്ന് രാത്രി ജോസഫിൻ്റെ സംസ്ഥാന ഭാരവാഹി വണ്ടിപ്പെരിയാറ്റിൽ നിന്നും എന്നെ വിളിച്ചു. പുത്തമ്പരേശയാണോ? അതെ. അവസാനത്തിന് പശുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി ചന പിടിച്ചു, പ്രസവിച്ചു, പാല് കൊടുക്കുന്നു. നേരാണ്, ഇവന് കള്ളതല്ല, നേരെ തന്നെ. എൻ്റെ അച്ഛൻ അങ്ങനെയാണെങ്കിൽ ഒട്ടും താമസിയാതെ വണ്ടിപ്പെരിയാറ്റിലെ എൻ്റെ വീട്ടിലേക്ക് അച്ഛനൊന്ന് വരണം. അതെന്താ, എൻ്റെ അച്ഛ ഒരു പന്നിക്കൂട്ടത്തി ഒരു ചനയും പിടിക്കാതെ കിടക്കുകയാണ്. എന്തേലും കാണിച്ച് അതിന് നേരെയാക്കി തരണം. പലരും കാണുന്ന രീതിയുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ട്. വിശ്വാസത്തോടെ. 2, ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. ത്യാഗം. ഈശോ പറഞ്ഞു സാത്താനെ ബഹിഷ്കരിക്കാൻ ഉപവാസം. അപ്പസ്തോലനെ പറ്റി 9-ാം അധ്യായം. സൗൾ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിൽ നിന്നും ചെതുമ്പൽ അടന്നു വീണു. ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിൽ നിന്നും ചെതുമ്പൽ അടന്നു വീണു. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. ആരോഗ്യമുള്ള അപ്പന്മാർ, അമ്മമാർ വെള്ളിയാഴ്ച ഒരു നേരത്തെ ആഹാരം കൊണ്ട് നിൽക്കാൻ പഠിക്കണം. ആരോഗ്യം കുറവാണോ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും വെടിയാൻ പഠിക്കണം. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ചില ഐറ്റം വേണ്ടെന്ന് വെക്കണം. ഭാര്യ ചെയ്യുമ്പോൾ ഭർത്താവിനും മക്കൾക്കും അനുഗ്രഹം, ഭർത്താവ് ചെയ്യുമ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും അനുഗ്രഹം, മാതാപിതാക്കൾ ചെയ്യുമ്പോൾ മക്കൾക്ക് അനുഗ്രഹം. ചെറിയ ചെറിയ ത്യാഗം എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അത് കുറേ സമയം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ത്യാഗമാണ്. കൈ വിരിക്കുമ്പോൾ ഒരത്തിന് വേദന, അതൊരു ത്യാഗമാണ്. ഒരമ്മ മുട്ടുകുത്താത്ത അപ്പനെയും മക്കളെയോട് മുട്ടുകുത്തുമ്പോൾ പിന്നീടൊരിക്കൽ ആ മക്കൾ മുട്ടുകുത്തും, അപ്പൻ മുട്ടുകുത്തും. ത്യാഗമെടുത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഫലമാണ്. പള്ളിയിൽ കയറാത്ത മോന് വേണ്ടി, ഭർത്താവിന് വേണ്ടി ത്യാഗമെടുത്ത് ഒരമ്മ ഒരു ഭാര്യ പ്രാർത്ഥിച്ചോ, ആ മക്കൾ ഭർത്താവ് പിന്നെ പള്ളിയിൽ കയറും. ത്യാഗമെടുക്കാൻ കഴിവ് ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങളെക്കാൾ. ഒരു സ്ത്രീകൾ കൂടുതൽ ത്യാഗമെടുക്കണം. സഹനശക്തി, ക്ഷമാശക്തി സ്ത്രീകൾക്കല്ലേ കൂടുതൽ ആണുങ്ങളെക്കാൾ. ആണുങ്ങൾക്കും തലവേദന വന്നോ ലോകമഹായുദ്ധം, വയറ്റുവേദന വന്നോ സുനാമി, നെഞ്ചുവേദന വന്നോ ഭൂമി കുലുക്കം, സഹിക്കുകയില്ല. പക്ഷെ നല്ല അമ്മച്ചിമാർ തലച്ചോറിൽ പഴുപ്പാണ്. എന്നാലും പറയും ഉരുവാവെള്ളം കുടിച്ച് അറിയായിരുന്നു തലവേദന മാറുക. കുടൽ പഴുത്ത് കൂട്ടുക. മല്ലിക്കാവ് കുറിച്ച് അറിയായിരുന്നു വയറ്റിലെ മൂടൽ മാറുമോ, സഹിച്ചുകൊണ്ടിരിക്കും. തമ്പുരാനറിയാം ആണുങ്ങളെക്കാൾ സഹനശുദ്ധി സ്ത്രീകൾക്കാണ്. അതുകൊണ്ടാണ് ദൈവം പ്രസവിക്കാനുള്ള വകുപ്പ് പെണ്ണുങ്ങളുടെ കൊടുത്തിരിക്കുന്നത്. തമ്പുരാനറിയാം ഇത് ആണുങ്ങളുടെ വകുപ്പാണോ, ഒറ്റപ്രസവം ലോകാവസാനം. ഈ പരിപാടിക്ക് ഇല്ല. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛ എനിക്കൊരു മോൻ ജനിച്ചപ്പോൾ എന്തൊരു വേദനയായിരുന്നു. ഇനി ഈ പരിപാടിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ എൻ്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് ദൈവത്തോട് ഞാൻ 11 പ്രാവശ്യം ആലോചന ചോദിച്ചു. എൻ്റെ അച്ഛ 11 പ്രാവശ്യം ആലോചന ചോദിച്ച് ഞാനിന്ന് 12 മക്കളുടെ അമ്മയാണ്. സഹനശക്തി ദൈവസ്ത്രീക്കാണ് കൊടുത്തിരിക്കുക. അമ്മ കൂടുതൽ സഹിക്കുന്നതുകൊണ്ട് മക്കളുടെ വർത്തമാനം അപ്പനേക്കാൾ അമ്മയോടല്ലേ. അപ്പൻ പൈസ കൊണ്ടാകും, പക്ഷേ രാത്രി തലയുടെ പോലെ കൈ വെച്ച് കൊടുത്തത് അമ്മയാണ്. പാതിരാ കുർബാനയ്ക്ക് കൊണ്ടുപോയത് അമ്മയാണ്. കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചത് അമ്മയാണ്. ഇവിടെ മക്കളുടെ വർത്താനം എപ്പോഴും അമ്മയോടാണ്. അമ്മ ചെരുപ്പില്ലേ, അമ്മ കൊടയില്ലേ, അമ്മ ഷർട്ടില്ലേ, അമ്മ ഫോണില്ലേ. അമ്മയുടെ ചോദ്യം. അപ്പനോട് ഒറ്റ ചോദ്യം, അപ്പ അമ്മയില്ലേ, അത്രേ ചോദിക്കത്തുള്ളൂ. അപ്പം ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. ത്യാഗമെടുത്ത് 1 വിശ്വാസത്തോടെ, 2 ത്യാഗത്തോടെ, 3 കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ പോലെ എന്താ പ്രത്യേകത? കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത. ഉള്ളിൽ കാപട്യം വെച്ച്, തലക്കനം വെച്ച്, ജാട വെച്ച് പ്രാർത്ഥിച്ചോ, പ്രാർത്ഥന കേൾക്കുകയല്ല. നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കണം.
കുഞ്ഞുങ്ങളുടെ മനസ്സോടെ. യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശിശുക്കളെ പോലെ പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശിശുക്കളെ പോലെ പ്രാർത്ഥിക്കുവിൻ. ത്യാഗത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക ഫലം, നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു ഫലം. ഞാൻ എരുമേലി അടുത്ത് കൊല്ലമള എന്ന പള്ളിയിൽ ധ്യാനിപ്പിക്കുക. കപ്പുച്ചിൻ മിഷൻ ധ്യാനമാണ്. ഓരോ വീടും വെഞ്ചരിക്കണം. ഒരു വീട് വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ ഒരു ചെറിയ ആൺകുട്ടി അമ്മയുടെ എളിയിലിരിക്കുന്നു. എന്നെ കണ്ടപാടെ ചോദിച്ചു, എന്നതാമ്മേ ഇത്? അമ്മ, ഇതല്ല ഈശോയ, സ്തുതിയല്ല. അപ്പോൾ കൊച്ചു സ്തുതിയല്ലേ. വെഞ്ചരിപ്പ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഒന്നാന്തരം കയറിൻ്റെ പന്തലിൽ നല്ല പച്ച കോവയ്ക്ക തുടുത്തു തൂങ്ങി കിടക്കുന്നു. ഞാൻ 5-6 ഇളം കോവയ്ക്ക പറിച്ച് കാരണമുള്ള കടിച്ചു. പിന്നെ കൊച്ചു അമ്മയോട്, നോക്കമ്മേ, താണ്ടെ ഈശോ നമ്മുടെ കോവയ്ക്ക മൊത്തം പറിച്ചുകൊണ്ട് പോകുന്നു. പിള്ള മനസ്സിൽ കള്ളമില്ലല്ലോ. ഈ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത. ഹൈറേഞ്ചിൽ ഇടുക്കി ഒരു പള്ളീശൻ, വികാരീശൻ അവിടെ ഇല്ല. എൻ്റെ സ്വന്തക്കാരുടെ വീട്ടിൽ പോയി രാത്രി താമസിച്ചു. രാവിലെ 6 എഴുന്നേറ്റു. 7 ബസ്സിന് കോട്ടയത്തേക്ക് പോരണം. അപ്പോൾ 4 വയസ്സുള്ള ഒരു കൊച്ചുമോൻ കോൾഗേറ്റിൻ്റെ പുതിയ പേസ്റ്റും ടൂത്ത് ബ്രഷുമായിട്ട് എൻ്റെ അടുത്ത്. ഞാൻ നോക്കിയപ്പം പേസ്റ്റ് പുത്തന്, ബ്രഷിൻ്റെ ചകിരിയെല്ലാം വിടർന്നു നിൽക്കുന്നു. ആരോ തേച്ച ബ്രഷ് പോലെ. ഇവർ മോനെ, അച്ഛനെങ്കിൽ പേസ്റ്റ് മതി, ബ്രഷ് വേണ്ട. അതെന്താ? നിങ്ങൾ തേക്കുന്ന ബ്രഷാന്ന് അച്ഛനെ കണ്ടപ്പോൾ മനസ്സിലായി. എൻ്റെ കൊച്ചിൻ്റെ അവരുടെ, അയ്യോ അച്ഛാ, ഞങ്ങളാരും തേക്കുന്നതല്ല, വിരുന്നുകാർക്ക് വെച്ചേക്കുന്ന ബ്രഷാണിത്. ഇതാണ് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത. ഉള്ളിൽ കള്ളമില്ല, കളങ്കമില്ലല്ലോ. 2 കൊച്ചു കുട്ടികൾ തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തേക്ക് പോരുക. ആരോ കയറ്റി വിട്ടതാണ്. ഞാൻ ശരിയാ ആമ്പിള്ളേർ. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, കണ്ടക്ടർ സാറേ, ചെങ്ങന്നൂരാകുമ്പം ഒന്ന് പറഞ്ഞേക്കണം. എപ്പം ചെല്ലും? രാവിലെ 11:30 ആകുമ്പോൾ ഒന്ന് പറഞ്ഞേക്കാം. കൊട്ടാരക്കര വന്നപ്പോൾ, ഇതാണ് ചെങ്ങന്നൂർ, പോയി ഇടാം, ആകുമ്പം പറയാം. അടൂർ വന്നപ്പോൾ ചെങ്ങന്നൂരാണ് ശല്യം. പന്തളത്ത് വന്നപ്പോൾ ചെങ്ങന്നൂരാണ്, പോയി ഇടാം. കണ്ടക്ടർ കഴിച്ചു വന്നു. പിള്ളേർ പോയിരുന്നു, ഉറങ്ങിപ്പോയി. കണ്ടക്ടർ ഉറങ്ങിപ്പോയി. ചെങ്ങന്നൂർ വന്നപ്പോൾ ആരും കയറാനും ഇറങ്ങാനില്ല. വണ്ടി മുമ്പോട്ട് എടുത്തു. ആൾക്കാർ ബഹളം വെച്ചു. 2 കുഞ്ഞുങ്ങൾ പറഞ്ഞതല്ലേ, ചെങ്ങന്നൂരാവും പറയണമെന്ന്. വേറെ വണ്ടി കയറ്റി വിട്, അല്ലെ വേണ്ടിയ സഹായം ചെയ്തു കൊടുക്കുക. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ. ആവശ്യം വന്ന കണ്ടക്ടർ പറയും, എഴുന്നേറ്റ് പോടാ, ഇതാ ചെങ്ങന്നൂർ. ഇപ്പം തമ്മിൽ മൂത്തവൻ്റെ മറുപടി, സാറേ ഇറങ്ങുമൊന്നും വേണ്ട. പിന്നെ അമ്മ പറഞ്ഞായിരുന്നു, ചെങ്ങന്നൂരിൽ ചെല്ലുമ്പം ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിച്ച് ഒരെണ്ണം അനിയന് കൊടുക്കണമെന്ന് പറഞ്ഞ് ആയോന്ന് അറിയാൻ വേണ്ടിയില്ല. ഈ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയുണ്ടല്ലോ, കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത. പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ കള്ളമില്ല, നിഷ്കളങ്കമായി പ്രാർത്ഥിക്കണം. 1 വിശ്വാസത്തോടെ, 2 ത്യാഗത്തോടെ, 3 ശിശുക്കളെ പോലെ, 4 പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതയാണ് കണ്ണുനീരിൻ്റെ വരവെന്ന് പറയുന്നത്. ചില സംസാരിക്കുമ്പം കരയുന്ന കാണാം, ചില ആരാധനയിൽ കരയുന്ന കാണാം, ചില പ്രാർത്ഥിക്കുമ്പോൾ കരയുന്നത് കാണാം. യേശു ബൈബിളിൽ 2 പ്രാവശ്യം കരഞ്ഞപ്പോൾ 2 അത്ഭുതം. മത്തായി 23:34 വാക്യത്തിൽ ജെറുസലേമിനെ നോക്കി യേശു കരഞ്ഞു. 37 വർഷം കഴിഞ്ഞ് ജെറുസലേം നഗരം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു വീണു. 2ാമത് യേശു കരഞ്ഞത് യോഹന്നാൻ 11:35 ലാസറിന്റെ കല്ലറയ്ക്കൽ അവനും കരഞ്ഞപ്പോൾ പ്രേതശീലകളാൽ ബന്ധിതനായ ലാസർ അഴുകാത്ത ശരീരത്തോടെ പുറത്തു വന്നു. ഒരിക്കൽ കരഞ്ഞപ്പോൾ നഗരം തകർന്നു വീണു. ഒരിക്കൽ കരഞ്ഞപ്പോൾ മനുഷ്യനിശ ഉയർത്തു വന്നു. കരഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമാണ്. കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക കൊത്താൻ വരും. കോഴിക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കോഴി കൊത്താൻ വരും. ആട്ടുകുഞ്ഞ് കരഞ്ഞോ തള്ളയാട് കൊമ്പ് ഉരുക്കും. പശുക്കിടാവ് കരഞ്ഞോ തള്ളപ്പശു കുത്താൻ വരും. ഇടിമുഴക്കം പോലും കേൾക്കാതെ ഉറങ്ങുന്ന അമ്മ കുഞ്ഞ് കരഞ്ഞോ ചാടി എഴുന്നേക്കും. കരച്ചിലിന് ഒരു പ്രത്യേക ബലമുണ്ട്, കണ്ണുനീരിന്. അതുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ ദ്രാവകവും താഴെ വീഴും. പാല്, എണ്ണ, വെള്ളം, തേൻ താഴെ വീഴാതെ മുകളിലോട്ട് പോകുന്ന ഒരു ദ്രാവകം നൊന്തു പറ്റിയ അമ്മയുടെ കണ്ണുനീര്.